ഇന്ന് നമ്മൾ കാണുന്ന മേഖലകളൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാവും എന്നുള്ളത് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവും. ആ മേഖല സൂപ്പറാന്ന് വിചാരിച്ചു. പക്ഷെ കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ ഒരു പക്ഷെ ആ ഇൻഡസ്ട്രി തന്നെ ഇല്ലാണ്ടായി പോകുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്നും ഇന്നും എന്നും നമ്മുടെ ഈ ഇൻഡസ്ട്രി നിലവിലുണ്ടാവും. ആദ്യം ഞാൻ ചെയ്തത് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയെടുക്കുക ഞാൻ ചെയ്തത്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. സ്വാഭാവികമായിട്ട് ഇത് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെ സമയം കണ്ടെത്താൻ തുടങ്ങും. വലിയൊരു പോയിന്റ് ആണത് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ അനുഭവത്തിലൂടെ ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു പോയിന്റ് ആണ്. സമയമില്ല 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 എന്ന് പറയുന്ന വ്യക്തികൾക്ക് എങ്ങനെ സമയം ഉണ്ടാക്കും? ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടതാണ് സമയം. ആ ഇല്ലാത്ത സമയം ഉണ്ടാക്കാൻ പറ്റിയത്, സമയം ആസ്വദിക്കാൻ പറ്റിയ ബിസിനസ് ആണെന്നുള്ള ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് പലരും സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്. നമുക്കൊരു 10,000 വേണമെങ്കിൽ എളുപ്പവഴി ഇത്രയേ ഉള്ളൂ. കൂടെ വരുന്ന ആൾക്കാർക്ക് ഒരു 10,000 വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി അവരെ കൂടെ നിൽക്കുക. കമ്പനി നമുക്കും തന്നോളും 10,000. അതിപ്പോ 1000 നിങ്ങൾക്ക് വേണോ? കൂടെ വന്ന ആർക്കെങ്കിലും 1000 2000 ഒക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അവരെ ഉഴപ്പം നിന്നാൽ മതി. കമ്പനി നമുക്കും തരും ആ വരുമാനം. ഒറ്റ കമ്പനി, ഒറ്റ ജീവിതം, ഒറ്റ ലൈഫ്, ഡയറക്ട് സെല്ലിംഗ്. അതല്ലാതെ ഈ ബ്ലഡിൽ വേറൊന്നുമില്ല. അത് എന്ത് വന്നാലും. അപ്പം ഈ കമ്പനിയോടൊപ്പം ഈ ബിസിനസ്സിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് എടുത്ത തീരുമാനം അന്നും എന്നും. വേറെ ഒന്നും നമ്മൾ കേൾക്കാൻ പോലും പോകാറില്ല. കുതിരക്ക് ഈ സംഭവം കിട്ടിയ പോലെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. വിന്നേഴ്സ് നെവർ ക്വിറ്റ്, ക്വിറ്റേഴ്സ് നെവർ വിൻ. കമ്പനിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ വിജയിച്ചിരിക്കും. അത് ആരുമില്ല. വിട്ടുപോയവർ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. കൂടെ നിന്ന് ആരും പരാജയപ്പെട്ടിട്ടില്ല. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് കോഴിക്കോട് YMCA എന്ന് പറയുന്ന സ്ഥലത്ത് HDFC ബാങ്കിലെ ഓഫീസറായിരിക്കാണ് ഞാൻ ഈ അവസരത്തിലേക്ക് വരുന്നത്. ഒരു 6-7 വർഷത്തോളം ബാങ്കിൽ തന്നെ ഒരു പക്ക ഒരു ബാങ്കിലെ ഒരു ജീവനക്കാരൻ എന്നുള്ള നിലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കല്യാണം കഴിഞ്ഞു. പിന്നെ അപ്പൊ അത്യാവശ്യം നമ്മളൊരു ഫീൽഡ് തന്നെ ഇങ്ങനെ ഫോക്കസ്ഡ് ആയി. ഇനി എന്തായാലും ലൈഫിൽ ഇത് തന്നെ നല്ല രീതിയിൽ ലൈഫൊക്കെ നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ഞാൻ പഠിച്ചതൊക്കെ കണ്ണൂരാണ്. അങ്ങനെയാണ് എനിക്ക് കണ്ണൂരുമായിട്ട് ബന്ധം വരുന്നത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കണ്ണൂര് പഠിക്കുന്ന സമയത്ത് 2006, 7, 8, 9, 10 ആ സമയത്തൊക്കെ ഉണ്ടായൊരു ബന്ധമാണ് ധീരജ് സാറുമായിട്ട്. ഞാൻ ധീരജ് എന്നൊക്കെയാ വിളിക്കുക. അങ്ങനെ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വീണ്ടും എത്തിപ്പെടുമെന്ന്. കാരണം ഞാൻ വീണ്ടും എന്ന് പറയാൻ കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ദുരനുഭവം ഉണ്ടായിരുന്നു. കാരണം നിയമമൊന്നുമില്ലാത്ത കാലത്ത് ഇന്നത്തെ പോലെ ഒന്നല്ല. നല്ല കമ്പനികളും മോശം കമ്പനികളും കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിൽ ഇതിന്റെ കയ്പ് രസം അറിഞ്ഞ് എല്ലാം അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് പിന്നെ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്കൊന്നും വരില്ല എന്നുള്ള ഒരു തീരുമാനമൊക്കെ എടുത്ത് വേറെ മേഖലയിലേക്ക് എത്തിപ്പെട്ട് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്റെ വീട്ടിലെ സാഹചര്യം അത് തന്നെയായിരുന്നു. കാരണം ഇത്തരം ഇൻഡസ്ട്രിയെ കുറിച്ച് കേൾക്കുന്നത് തന്നെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അച്ഛനായാലും അമ്മയായാലും ഭാര്യ ആയാലും ഒരിക്കലും ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉപദേശിച്ച് വിടുക എന്നുള്ളൊരു പരിപാടിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഇരിക്കെ എന്റെ സുഹൃത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഫോൺ കോൾ വരുന്നത് തന്നെ അദ്ദേഹം നാട്ടിലില്ലാത്ത സമയത്താണ്. ഡൽഹിയിൽ എങ്ങനെ മാറ്റാൻ തോന്നുന്നു, പുറത്താണ്, അടുത്ത ആഴ്ച നാട്ടിൽ വരുന്നുണ്ട്, പിന്നെ ഒന്ന് കാണണം, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ പുള്ളി ബേസിക്കലി എഞ്ചിനീയർ ആണ്, സിവിൽ എഞ്ചിനീയർ ആണ്. അത്യാവശ്യം പ്രൊജക്ടൊക്കെ ലൈവായി ചെറിയ പ്രായത്തിൽ തന്നെ നല്ല തിരക്കുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു. കണ്ണൂരും പിന്നെ തൃശ്ശൂരും ബാംഗ്ലൂരും ഒരേ സമയം വില്ല പ്രൊജക്റ്റും അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആയിട്ട് അത്യാവശ്യം കാരണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നീങ്ങുന്നത് കാണുമ്പോൾ. അപ്പൊ അത്ര തിരക്ക് പിടിച്ചൊരു എഞ്ചിനീയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിന്റെ ഇങ്ങനെ ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞ കോള് വരുമ്പോൾ ഞാൻ ചിന്തിച്ചത് ബാങ്കിലായതുകൊണ്ട് അങ്ങനെ ഒരു ബാങ്കും ഈ പ്രൊജക്റ്റും ടൈപ്പ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പരിപാടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പോലെയുള്ള എന്തോ ഒരു സംഭവം ആയിരിക്കും ഭാവിയിൽ ഗുണമുള്ള കാര്യം എന്നുള്ള ധാരണയെല്ലാം നിൽക്കുന്നത്. പക്ഷേ ഞാൻ അത് വിട്ട് അതിനുശേഷം വീണ്ടും കോൾ ചെയ്യുമ്പോൾ ഞാൻ ഒക്കെ എന്തായാലും കാണാൻ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. നാട്ടിലെത്തിയിട്ടും കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഫോണിലൂടെ പുള്ളി പതുക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് ഈ ഇൻഡസ്ട്രിയിലേക്കാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു കോള് വരുമ്പം എന്താ ചെയ്യുക എല്ലാവരും? അതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഞാനും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാന്നുള്ള രീതിയിലേക്ക് മാറി ടോക്ക്.
അപ്പൊ പുള്ളി എന്തായാലും കണ്ടേ പറ്റുള്ളൂ, കണ്ടു കഴിഞ്ഞ് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം, കൂടുതൽ കാര്യങ്ങളൊന്നും ഫോണിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് കാണണം തന്നെ. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ്, കണ്ടാൽ എനിക്കറിയാം ഉറപ്പാണ് ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള പല അടവും പുള്ളി പ്രയോഗിക്കും. അപ്പൊ അതുകൊണ്ട് പരമാവധി കാണാതിരിക്കുന്നത് തന്നെ നല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇല്ലാത്ത തിരക്കൊക്കെ അഭിനയിക്കും. തിരക്കുള്ള സമയങ്ങളിലും ശരിക്കും വന്നിട്ടുണ്ട്, മടങ്ങിയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വടകര കാണാൻ വരും. പക്ഷെ എന്റെ വീട് കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം ഇല്ലെങ്കിൽ എപ്പോഴും രാവിലെ വന്ന് വീട്ടിലിരിക്കുമായിരുന്നു. നമ്മള് ഈ ഫോളോ അപ്പ് എന്ന് പറയല്ലോ, അപ്പൊ ഫോളോ അപ്പിന്റെ അർത്ഥം എന്താണെന്നും ഫോളോ അപ്പ് എന്താണെന്നും ഈ ചുരുങ്ങിയ അനുഭവം കേൾക്കുമ്പോൾ പുതിയ ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ അങ്ങനെ എന്റെ അനുഭവം ഞാൻ എപ്പോഴും പിന്നെ ഒരു ട്രെയിനിങ് പോലെ കുറെ പോയിന്റ്സ് കണക്ട് ചെയ്തുകൊണ്ട് ആണ് ഞാൻ സാധാരണ പറയാറ്. എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ ഈ ബിസിനസ്സിൽ എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് തന്നെ പഠിക്കാനുണ്ട്. നമ്മളും ബിസിനസ്സിൽ ടീം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പല ആശങ്കകളും നമ്മളെ വഴി ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലീഡേഴ്സിന് നമുക്ക് കുറെ പഠിക്കാനുണ്ട്, അല്ലെ നമ്മുടെ ടീമിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ കമ്പനിയിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കുറെ ആളുകൾക്ക് അത് ചിലപ്പോ ചിരി വരും. അങ്ങനെയുള്ള അബദ്ധങ്ങളിലൂടെ ചിലപ്പോൾ നമ്മളും പോയിട്ടുണ്ടാവും. അപ്പോ കാണാൻ ശ്രമിക്കുന്നു, മുങ്ങുന്നു, കാണാൻ ശ്രമിക്കുന്നു, മുങ്ങുന്നു, ഇത് തന്നെ പരിപാടി. കാണാൻ കൂട്ടാക്കുന്നേ ഇല്ല. അവസാനം പറയാതെ കണ്ടുപിടിക്കേണ്ടതാണ് ചെയ്തത് തന്നെ. പറയാതെ മീൻസ് ഞാൻ വരുന്ന ട്രെയിനൊക്കെ മനസ്സിലാക്കി വെച്ച് എന്നും ഞാൻ വരുന്ന ട്രെയിനിൽ എന്നും ഞാൻ ഇറങ്ങുന്ന അതേ സ്ഥലത്ത് എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് വടകര കഴിഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്, ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പൊ ഞാൻ കാണുന്നത് പുള്ളീനെയാണ്. ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം പെട്ടു. ഹായ് പറഞ്ഞ് ട്രെയിനൊക്കെ പോയി. പിന്നെ ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് ഇങ്ങനെ കുശലം പറഞ്ഞ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും എന്താ കാര്യത്തിലേക്ക് വരാത്ത. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം എന്താ, നമ്മൾ പലപ്പോഴും ഫോളോ അപ്പിന് പോകുമ്പോൾ വിളിച്ചിട്ട് പോകും ചില ആൾക്കാർ. കുറച്ച് ദൂരെയല്ലേ, കുറെ എണ്ണയൊക്കെ കത്തിച്ച് പോകുന്നതല്ലേ, പോയിട്ട് അവിടെ ആളില്ലെങ്കിലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അബദ്ധം കാണിക്കുന്ന കുറെ പേരുണ്ട്. GTSന് വന്നിട്ട് പിറ്റേന്ന് ചോദിക്കും, ഇന്നലെ കേട്ട പരിപാടി എങ്ങനെയുണ്ട്, സംഭവം അടിപൊളിയല്ലേ, നമുക്ക് ചെയ്തൂടെ. ഇങ്ങനെ നിരന്തരം ഫോണിലൂടെ ബിസിനസ് ചെയ്യുന്ന പലരെയും ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ വിളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നും ചിലപ്പോ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ വിളിക്കാതെ വന്നതുകൊണ്ട് എന്നെ ഫോളോ അപ്പിൽ പെട്ടു. ഞാൻ കുറച്ച് പിന്നെ ബിസിനസ് പറഞ്ഞില്ല, അതും രസമാണ്. അപ്പൊ നമ്മൾ ചെന്ന ഉടനെ ബിസിനസ് കയറി പറയരുത്. അപ്പം ബന്ധം പുതുക്കി കുശലം പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പൊ എന്റെ മനസ്സിൽ എന്താണെന്നറിയിച്ച അങ്ങനെ ഒഴിവാക്കി വിടുക. ഇപ്പൊ എന്തായാലും പെട്ട് വീട്ടിലും പോകണം, ആൾക്കാർ കാത്ത്. ട്രെയിനാണെങ്കിൽ കുറച്ച് ലേറ്റ് വരുന്നു, ഒരു 10-15 മിനിറ്റ്. അപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ വെച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചാലോ. അപ്പൊ ഞാൻ പിന്നെ ചിന്തിച്ചു, വേണ്ട, അത് വേണ്ട. വീട്ടിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിറ്റേന്ന് തൊട്ട് പിന്നെ വീട്ടിൽ തന്നെ ആയിരിക്കും. എന്നാ പിന്നെ അതും വേണ്ട. വീട്ടിൽ തൊട്ടടുത്ത്, അവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ. ഹരികൃഷ്ണൻ സാറിനൊക്കെ അറിയാം. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു കൊടുത്തില്ല ഇവിടെ അടുത്ത. ഞാൻ കുറച്ച് ദൂരെയാണ്, കുറെ പോകണം, എന്റെ അനിയൻ വരും കൂട്ടാൻ. ഇന്നവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് കുറച്ച് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ റെയിലിന്റെ ഇപ്പുറത്തായത് കൊണ്ട് അവർക്ക് എന്തായാലും കൊണ്ടാക്കി തരാൻ പറ്റില്ല വണ്ടി എടുത്തിട്ട്. കാരണം ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് സൈഡിലാണ് പോകേണ്ടത്. അത് പിന്നെ എനിക്ക് ഇറങ്ങി ചുറ്റി വരണമല്ല. അപ്പൊ ഒന്നും പറയാതെ പിന്നെ കാണാന്ന് പറഞ്ഞ് വിടേണ്ടായത്. അതിന്റെ ഇടയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, കമ്പനി അങ്ങനെയാണ് ഇങ്ങനെയാണ്, പ്ലാൻ ഇതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ വിട്ടു. പിന്നെ തിരിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ വെച്ചാൽ അവർ രക്ഷപ്പെട്ടു, ഇനി വരൂലല്ലോ. പക്ഷെ പിന്നെയും വന്നു. പിന്നെ ഇവിടെ അല്ല, അങ്ങ് കോഴിക്കോട് ബാങ്കിന്റെ അടുത്ത് ഇങ്ങനെ അവിടെ GTS ഉണ്ട് എല്ലാ ബുധനാഴ്ച. അപ്പൊ അതിനൊക്കെ വരുമ്പോഴൊക്കെ ഇങ്ങനെ വിളിക്കും, എന്റെ ബാങ്കിന്റെ താഴെ വന്ന് വെക്കും. ഞാനാണെങ്കിൽ കൊന്നാലും താഴെ ഇറങ്ങൂല. കാരണം എന്താ, താഴെ വന്നപ്പെട്ടില്ലേ, മേലെ അങ്ങനെ ഇടിച്ച് കയറൂല. ബാങ്കിൽ വന്നിട്ട് സംസാരിക്കൊന്നുമില്ലല്ലോ. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓഫീസിലൊന്നും പോയിരുന്ന് നമ്മൾ പ്ലാനൊന്നും പറയരുത്. അപ്പം ബസ് സ്റ്റോപ്പിലും പുറത്തൊന്നും വെച്ചൊന്നും പറയരുത്. എപ്പോഴും നമ്മളെ ഫ്രീ ആയി കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ പാടില്ല, അല്ല പ്ലാൻ കൊടുക്കാൻ പാടും. അപ്പൊ അങ്ങനെ വീണ്ടും ഇതേപോലെ തന്നെ പറയാതെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാണുക. 2 പ്രാവശ്യമായി, 3 പ്രാവശ്യമായി. ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്തും ലാസ്റ്റ് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ സ്റ്റാർട്ട് ചെയ്താലേ ഇവന്മാർ ഇനി വരാതിരിക്കുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ പിന്നെ പക്ഷെ പലപ്പോഴായിട്ട് ഇങ്ങനെ കാണുകയും പറയുകയും ചെയ്യുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. കാരണം നമ്മൾ ധരിച്ചു വരിച്ചിരിക്കുന്ന സംഭവം അല്ല എന്നുള്ളത് പലപ്പോഴായിട്ട് പല പോയിന്റിലൂടെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കയറുന്നുണ്ട്. ചില ആംഗിളിൽ നോക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, ക്യൂരിയോസിറ്റി വരുന്നുണ്ട്. ഇതെന്നാ സംഭവം, ഞാൻ പണ്ട് ചെയ്ത പോലെ ഒന്നല്ലല്ലോ, അതൊന്നല്ലല്ലോ സംഭവം എന്നുള്ള ഒരു തോന്നൽ വരുന്നുണ്ട് അതൊക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. വേറെ ഒന്നുമില്ല. അന്ന് ഇതേപോലെ തന്നെ ഒരു രാത്രിയാണ്. ഒരു ബിഗ് ഷോപ്പറിൽ കുറെ പ്രൊഡക്റ്റ് ഇങ്ങനെ വാരിയിടുന്നു.
പേസ്റ്റ് സോപ്പൊക്കെ കാണുമ്പോൾ ഞാൻ കൊള്ളാം, നല്ല പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഇവർക്ക്, നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മുടെ ചുവന്ന കളറിലെ കുറെ പ്രൊഡക്റ്റുകൾ ഇന്ന് നമ്മൾ അഭിമാനത്തോടെ കാണുന്ന എലമെന്റ്സ് വെൽനസും കാര്യങ്ങളൊക്കെ വാരിയിടുമ്പോൾ അത് തിരിച്ച് അങ്ങോട്ട് വാരിയിട്ടാളാ ഞാൻ. കാരണം നമുക്കറിയില്ലല്ലോ ഇതൊക്കെ എവിടെ ഉണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി, ഇതെല്ലാം കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റിയാൽ എന്ത് സംഭവിക്കും, ഫുൾ ആശങ്കയാണല്ലോ. ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം എടുക്കാൻ പാടുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോ അങ്ങോട്ട് എടുത്തിട്ട് പുള്ളി അതേ സ്പീഡില്ല, ഇതൊക്കെ അവിടെ വെച്ചോ, നിങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയി ഉപയോഗിക്കും. ഇന്നത്തെ പോലെ ഇങ്ങനെ എഴുതി കൂട്ടി ഓർഡർ ഫോമിൽ ഫില്ല് ചെയ്ത് ടാലിയാക്കി ഇങ്ങനെ വാങ്ങുന്ന പരിപാടിയൊന്നുമല്ല. അന്ന് ഇതൊക്കെയാണ്, ബന്ധത്തിന്റെ പുറത്താണല്ലോ, എന്തെങ്കിലും പറഞ്ഞാൽ ഇവൻ ഒന്നും പറയില്ല രീതിയിൽ വാരി ഇടുകയാണ്. പിന്നെ ഏകദേശം ഒരു എമൗണ്ട് ഒക്കെ ഇങ്ങനെ കുറെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പോലെ ഞാൻ ഒരു 10-20 എടുക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചോദിക്കാതെ പറയാതെ ആ ഒരു ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അതായത് മനസ്സുകൊണ്ട് തീരുമാനിക്കാതെ ബന്ധത്തിന്റെ പുറത്ത്, റിലേഷൻഷിപ്പിന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തല്ല ഞാൻ. നമ്മൾ FSSൽ കേൾക്കാറില്ല, NDOPയിലൊക്കെ ആളുകൾ പല വിധത്തിൽ കടന്നു വരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെയാ കടന്നു വന്നത്. അപ്പൊ ആ പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ എന്റെ മനസ്സിൽ ഫുള്ള് ടെൻഷൻ. ഈശ്വരാ, ഇതിപ്പം വീട്ടിൽ കണ്ടാൽ ഇപ്പൊ അമ്മ കാണും, വൈഫ് കാണും, അച്ഛൻ കാണും, എന്തായാലും ചോദിക്കും ഇതെന്നാ പിന്നെ തുടങ്ങിയോ പണ്ടത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് എന്തായാലും കോള് വരും, ഉറപ്പാണ്. അപ്പൊ ഇതും ആലോചിച്ച് വീട്ടിലേക്ക് നടന്ന്, ഭാഗ്യത്തിന് അവരെല്ലാം സീരിയലിൽ മുഴുകിയിരിക്കുന്ന സമയത്താണ് എന്റെ കയ്യിൽ എന്താ ഉള്ളതെന്നുള്ള അങ്ങനെ ശ്രദ്ധിച്ചില്ല ആരും. കാരണം ആ വലത്തെ സൈഡിൽ പിടിച്ച് നേരെ വീട്ടിനകത്ത് എന്റെ റൂമിലേക്ക് പോയി. അവര് പെട്ടെന്ന് കാണാത്ത ഒരു സ്ഥലത്ത് ഞാൻ ഒളിപ്പിക്കുകയുണ്ടായത്. ആ കട്ടിലിന്റെ ചുമരിന്റെ ഒക്കെ ഇടയിലൊക്കെ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവില്ല, അതിനുള്ളൊക്കെ അങ്ങ് തള്ളി ഉന്തി അവിടെ കുറച്ച് പുതപ്പും ബെഡ്ഷീറ്റൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് കാര്യം സാധിച്ചു. പിന്നെ എന്നോട് അങ്ങ് മറന്നുപോയി. ഞാൻ പിന്നെ പിറ്റേന്ന് തൊട്ട് നമ്മളെ സ്ഥിരം ജോലി ഇതിലേക്ക് പോയി. 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പുള്ളി എന്നെ 2 ദിവസത്തേക്ക് വിളിച്ചൊന്നുമില്ല. പിന്നെ ഒരു വിളി വരുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പ്രൊഡക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്, ഉപയോഗിച്ചോ, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കോളാണ്. ഞാൻ പെട്ടെന്ന് ബബ്ബ അടിച്ചു, കാരണം ഇതെന്നോട് അങ്ങ് മറന്നുപോയി, ഇങ്ങനെ വീട്ടിൽ കൊണ്ടാക്കിയ സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഉപയോഗിച്ച് വരുന്നുണ്ട്, ഞാൻ വിളിക്കാം കേട്ടോ, വേറെ ഒന്നുമില്ലല്ലോ, തിരക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പൊ പിന്നെ അത് ഓർമ്മ വന്ന്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ വീട്ടിൽ കൊണ്ടാച്ചിന്. പക്ഷെ പിന്നെ അത് മറന്നുപോയി. 1-2 ദിവസമൊക്കെ കഴിഞ്ഞ് മറന്നുപോയി. പക്ഷെ ഒരു ഞായറാഴ്ച ദിവസമാണ് എനിക്ക് വീട്ടിൽ നിന്ന് കോള് വരുന്നത്. ഞാൻ പുറത്തുള്ള സമയത്ത് ഇതെന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു ഫുൾ ദേഷ്യത്തിലാണ് കോള് വരുന്നത്. ഞാൻ വെച്ചാൽ എന്താ സംഭവം, എനിക്ക് സംഭവം ഓടി, ഇത് ഇവര് കണ്ടുപിടിച്ച്. കാരണം ഞാൻ ഞായറാഴ്ച ഇവരെന്തോ ക്ലീൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് അങ്ങനെ കിട്ടി ഇവരെ കയ്യിൽ സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഒരു സുഹൃത്ത് തന്നതാണ്, പറയാൻ മറന്നുപോയതാ, അത് കുറേയായി അവിടെ കൊണ്ടാച്ചിട്ട്, അത് പോയിട്ടുണ്ടാവുമല്ലോ എന്നല്ല ഞാൻ പറഞ്ഞ അങ്ങോട്ട് ഇതങ്ങിട്ട്. എന്നാ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞു. നീ ഇതൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ പിന്നെ ഇല്ലില്ല, എവിടെ സമയമോ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടുകാർ ഇത് എടുത്ത് അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ബോഡി ബട്ടർ ക്രീമും സോപ്പും ഹെയർ ഓയിലും ഉപയോഗിക്കാൻ പറ്റുന്നതെല്ലാം എടുത്ത് പൊട്ടിച്ച് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈശ്വര അതിനകത്ത് കുറെ ചുവന്ന കളറിലെല്ലാം എടുത്തിട്ടില്ല, ഇവന്മാർ ഇതെല്ലാം എടുത്ത് പൊട്ടിക്കോ, ക്യൂരിയോസിറ്റിന്റെ പുറത്ത്. അങ്ങനെയുണ്ട്. ഇപ്പൊ അച്ഛനൊക്കെ ചിലപ്പോൾ നല്ല ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അച്ഛമ്മയൊക്കെ ഉള്ളതാ വീട്ടിൽ, എന്തെങ്കിലും എടുത്ത് ഉപയോഗിച്ചിട്ടല്ലോ, കപ്പനിൽ നിന്നൊക്കെ കണ്ടിട്ടില്ലേ, ക്യൂരിയോസിറ്റിന്റെ പുറത്ത് പൊട്ടിച്ചാലോ. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അതിനകത്ത് കുറെ മരുന്നുകളുണ്ട്, അതൊന്നും എടുത്ത് ഉപയോഗിക്കണ്ട, അതൊക്കെ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം, ബാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതിൽ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് കോള് കെട്ടിയത്. ഇതാണ് എന്റെ തുടക്കം. ഇങ്ങനെ തുടങ്ങി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി ജോലിയായിട്ട് തന്നെ. ബിസിനസ് ഒന്നും ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ പുള്ളി എന്റെ നിരന്തരമായിട്ടുള്ള എന്നെ വിടാതെ ഫോളോ അപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടും വിടുന്നില്ല. ഞാൻ വിചാരിച്ചു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശല്യം ഒഴിവാകുന്ന, പക്ഷെ പിന്നെയും കാണാൻ വരും, പിന്നെയും കാര്യങ്ങൾ പറയും, പ്രോഗ്രാമുകൾക്ക് ക്ഷണിക്കും, GTS കോഴിക്കോട് ഉണ്ട് എന്ന് പറയും, FSS ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, സകല പരിപാടികൾക്കും വിളിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞാൽ എനിക്ക് സമയമില്ല. കാരണം ഒന്നാമത് ബാങ്കിൽ കാണുന്നില്ല, രാവിലെ 6-6:30 വരും, രാത്രി തിരിച്ചു വരും. ഞാൻ എങ്ങനെ ചെയ്യാനായി ബിസിനസ്, എനിക്ക് സമയമില്ല. പിന്നെ ഒട്ടും ഞാനിത് ചെയ്യാനുള്ള തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഞാൻ തുറന്നു പറയാൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം, നമുക്ക് ഭാവിയിലും നോക്കാം, നമുക്ക് എന്നാൽ നല്ലൊരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദേഷ്യം പിടിക്കാതെ ചിരിച്ചോണ്ട് എന്നെ ഫോളോ അപ്പ് ചെയ്തു. ഒരു തരത്തിലും ബന്ധം മുറിയാത്ത രീതിയിൽ അതിനൊക്കെ ഞാൻ നന്ദി പറയാണ്, അങ്ങനെ കാത്തിരുന്നതിന്. പക്ഷെ എനിക്ക് നഷ്ടമാണ്, ഒരുപാട് നഷ്ടബോധമുണ്ട്. ഒരുപാട് സമയം ചെയ്യാതെയും കേൾക്കാനൊക്കെ നഷ്ടപ്പെടുത്തിയ ആളാണ്, ചാറ്റ് ചെയ്തിട്ടും നഷ്ടപ്പെടുത്തിയ ആളാണ്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കുറ്റബോധമുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത്, അബദ്ധങ്ങൾ. അങ്ങനെ എന്നെ കോഴിക്കോട് GTSനേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടേ ലാസ്റ്റ് മഹാറാണി ഹോട്ടലിന്റെ അടുത്ത് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിന്റെ പേരൊക്കെ എന്നോട് മറന്നുപോയി. അപ്പൊ അവിടെ പോയി ഇങ്ങനെ ഇരുന്നപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളും മാറി മറിഞ്ഞു തുടങ്ങിയത് ആ പ്രോഗ്രാമിന് ശേഷമാണ്.
ഞാൻ വിശദമായിട്ടിരുന്ന് ഈ പ്രോഗ്രാമിന്റെ GTS ഒക്കെ കേട്ടു. പിന്നെ അതിനുശേഷം എന്റെ ശ്രദ്ധ പോയത് സ്റ്റേജിലേക്ക് കയറുന്ന ആളുകളിലേക്കാണ്. ചെറിയ ചെറിയ ആ, ആളുകളൊക്കെ എനിക്ക് അല്ല റാങ്കിലുള്ള ആളുകളൊക്കെ എനിക്കിങ്ങനെ കണ്ടുപരിചയമാണ്. കാരണം 6-7 വർഷമായിട്ട് കോഴിക്കോട് ഉണ്ടല്ലോ. അപ്പൊ ബാങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വന്നവരും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ കണ്ടവരൊക്കെ ആയിട്ട് പലതും കണ്ട് പരിചയമുള്ള മുഖങ്ങളൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആരും പോകുന്നില്ല. ഞാൻ ചെയ്ത് എന്തായാലും പോവാത്തെ, എല്ലാവരും വട്ടത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, 5 പേര് 6 പേര് 10 പേരൊക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കുമ്പോ ഈ ധീരസാറ കൂടെയും ഉണ്ട് 3-4 പേര്. അവരും ഇങ്ങനെ വട്ടത്തിലിരുന്ന് എന്താ പറയുന്നത്. അപ്പൊ എന്നോട് ഇങ്ങനെ എന്നെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരു ഞാൻ ഇറങ്ങി മുങ്ങിയല്ലോ. അപ്പൊ അല്ല ഇതിപ്പോ 5 മിനിറ്റ് ഇതിപ്പോ കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകും, നമുക്ക് ഒരു ചായ കുടിക്കാൻ എന്നിട്ട് ഇങ്ങനെ പിടിച്ചാണ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആ സമയത്ത് ആ ഫോട്ടോ എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. എന്റെ ആദ്യത്തെ GTS സെൽഫി ഞാൻ ഏതൊരു പ്രോഗ്രാമിൽ കാണും, എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പോ തൊട്ടപ്പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ കേട്ടിട്ടൊക്കെ എങ്ങനെയുണ്ട്, ഇങ്ങനെ നമ്മളെ കോഴിക്കോട് പ്രോഗ്രാം ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി പ്രോഗ്രാം. എന്റെ മനസ്സിൽ താല്പര്യങ്ങൾ പതുക്കെ വന്നു തുടങ്ങിയിരുന്നു. GTSനൊക്കെ പോയിട്ട് എന്റെ മൈൻഡ് മാറാൻ തുടങ്ങി. ഇത് കൊള്ളാലോ, ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കും ചെയ്യാലോ ധൈര്യത്തിൽ. ഉള്ളിന്റെ ഉള്ളിൽ വേറെ സംഭവം ഉണ്ടേ, ലീഗാലിറ്റി എന്ന് പറഞ്ഞ സംഭവം. എന്തെങ്കിലും വീട്ടിലാരെങ്കിലും ചോദിച്ച് വന്നാൽ കാരണം പോലീസും കേസും കാര്യങ്ങളും തട്ടിപ്പ് പരിപാടിയൊക്കെ ആണെങ്കിലോ എന്നുള്ള ഉള്ളിൽ ആ സംഭവമുണ്ട്. താല്പര്യങ്ങളൊക്കെ പതുക്കെ വരാൻ തുടങ്ങി, നോക്കാന്നുള്ള ലെവലിലേക്ക് എത്തി. പിന്നെയും കഴിഞ്ഞു. അപ്പൊ ഞാനും താല്പര്യത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി വീട്ടിലെത്തിയിട്ട് പ്രൊഡക്റ്റ് ഒക്കെ അതിന് ശേഷം അങ്ങനെ നോക്കാനൊക്കെ തുടങ്ങിയത്, എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് ഉള്ളത് എന്നുള്ളതൊക്കെ. ആ പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് നോക്കി ഉപയോഗിക്കാനൊക്കെ തുടങ്ങി. ഞാനും ചിലതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. വീട്ടിൽ ഓൾറെഡി ഉപയോഗിക്കുന്ന നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, പേഴ്സണൽ കെയർ. അങ്ങനെ പിന്നെ പതുക്കെ ഒരു താല്പര്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീട്ടില് അമ്മേനോട് ചോദിച്ചു. അപ്പം കുടുംബശ്രീ വഴിയൊക്കെ പിന്നെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നോക്കി. അപ്പൊ നോക്കുമ്പോ അത് നടക്കൂല എന്ന് മനസ്സിലായി. കാരണം ഇതൊക്കെ നേരത്തെ വന്നു പോയതാ നാട്ടില്. ഹരീഷൻ സാറിന് അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ആരൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട്. പഠിച്ച് അറിയാത്ത രീതിയിലൊക്കെ ചെയ്തിട്ട് കുറെ ചെയ്ത് നിർത്തിയ ആൾക്കാരൊക്കെ കുറെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ പേര് ഞാൻ നാട്ടിൽ കണ്ടു, പരിചയപ്പെട്ടു. അപ്പൊ അന്നേരം ഞാൻ അറിയുന്നത് കുറെ പ്രൊഡക്റ്റ് ഒക്കെ എടുത്തിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന ആൾക്കാരൊക്കെ കണ്ട് ഇപ്പൊ എന്നെ കുറെ ഉപദേശിക്കാൻ തുടങ്ങി. തനിക്കൊക്കെ കുറച്ച് പഠിപ്പും വിവരമൊക്കെ ഉള്ളതല്ലേ, ഒന്നുമില്ല നല്ലൊരു ജോലിയുള്ളല്ലേ, തന്നെയൊക്കെ ആരാ ഇതിനകത്തേക്ക് പിടിച്ച് കുടുക്കിയത്, നോ പറയാൻ പഠിക്കേണ്ട പല കാര്യങ്ങൾക്കും, അങ്ങനെ ഇങ്ങനെയാന്ന് തുടങ്ങി ഫീൽഡിൽ നിന്ന് എനിക്ക് നെഗറ്റീവുകൾ വരാൻ തുടങ്ങി. അപ്പൊ ഞാനും വിചാരിച്ചു, ഈശ്വരാ പെട്ടോ എന്നൊക്കെ രീതിയിൽ. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു തുടക്കക്കാരെന്നുള്ള നമ്മൾ ഡൗൺ ആവും. എല്ലാവരുടെ അടുത്തും എനിക്ക് നെഗറ്റീവും ഉപദേശങ്ങളും മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബിബിൻ ഇങ്ങനെ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ അടുത്തെല്ലാം വരുന്നു പറ്റി ഇവന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തമാശയും ഇതും കാര്യങ്ങളായിട്ട് എന്നെ തുടക്കത്തിലെ ബ്ലോക്ക് ആയി കളഞ്ഞു. അങ്ങോട്ടേക്ക് കണ്ണൂർ ജില്ലയിലേക്കേ ബ്ലോക്ക് ആയി കളഞ്ഞു. കാരണം ഞാനൊരു കോള് ചെയ്തപ്പോ വിനില് പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പം ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ രീതിയിലേക്ക് ഇന്നും പിന്നെ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഭാഗ്യമായി വിട്ടതാ പിന്നെ. കാരണം നമ്മൾ പഠിച്ച മേഖലയിൽ ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കൾ ഒരാൾ പോലും എന്റെ ബിസിനസ്സിലേക്ക് വരാൻ തയ്യാറായില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ നെഗറ്റീവ്, കാരണം നാട്ടുകാരില്ല, ബന്ധുക്കളില്ല, പിന്നെ കൂടെ പഠിച്ച ബന്ധങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, സംഭവം നടക്കൂലല്ലോ. ഇതൊക്കെ ഞാനാണെങ്കിൽ ഒറ്റക്കാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സിസ്റ്റത്തിലൊന്നുമല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്തും വിടാതെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് എന്നോട് പറഞ്ഞു, നിങ്ങളോട് ആരാ ഒറ്റയ്ക്ക് ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ഒന്നാമതൊന്നിനും വരുന്നില്ല ഒരു പരിപാടിക്കും വിളിച്ചു കഴിഞ്ഞാല്, അപ്പൊ സ്വന്തം ഇഷ്ടത്തിലൊന്നും ചെയ്യല്ലേ, ഇതിനൊരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, അതൊക്കെ മറന്നോ. പിന്നെ ഇതൊക്കെ പഠിച്ച് ചെയ്യേണ്ട ബിസിനസ്സാണ്. നമ്മൾ ചെറിയ അബദ്ധങ്ങളൊന്നും നമുക്ക് തുടക്കത്തിൽ തിരിച്ചറിയില്ല, നമ്മൾ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കും. അപ്പൊ അതൊക്കെ പറ്റാതിരിക്കാനല്ലേ നമ്മളിങ്ങനെ പറയുന്നത്. ഒരു ട്രെയിനിങ്ങിനൊക്കെ വാ, FSS പോലെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട്. തുടക്കക്കാരെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നുള്ള പരിപാടികളൊക്കെയാണ്. അതിനൊക്കെ ഒന്ന് വാ, ഒരു ദിവസം വാ എന്നൊക്കെ പറഞ്ഞ് FSSനും പ്രോഗ്രാമിനൊക്കെ വിളിക്കും. പക്ഷെ എനിക്ക് FSSനും പ്രോഗ്രാമിനൊന്നും പോകാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ നാളെ ആവട്ടെ നാളെ ആവട്ടെ കാരണം ഞാൻ മനസ്സുകൊണ്ട് വിട്ടു. ഇനി ഇത് ട്രെയിനിങ് അല്ല അറ്റൻഡ് ചെയ്ത് പിന്നെ ഇവന്മാരുടെ അടുത്ത് തന്നെയല്ലേ പോകേണ്ടത്, എന്ത് കാര്യം എന്നുള്ള രീതിയിലേക്ക് ഞാനായി. ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടു ബിസിനസ്. എന്തായാലും കുഴപ്പമില്ല, നല്ല കുറച്ച് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടോ രീതിയിൽ. അങ്ങനെ എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പുള്ളി പിന്നെയും വന്നു ഫോളോ അപ്പിന്. പിന്നെ നേരിട്ട് വന്നു കാണാൻ തുടങ്ങി, കുശലങ്ങൾ പറയും, പിന്നെയും ചാർജ് ആക്കും, പോസിറ്റീവ് ആക്കും, വിടാതെ. മാസങ്ങൾ എനിക്ക് നഷ്ടപ്പെടുന്നുണ്ട്, അത് ഞാൻ അറിയുന്നില്ല. അതിനിടയിൽ പുള്ളിയുടെ മാറ്റങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഓരോ ഘട്ടം ഘട്ടമായിട്ട് മാറി മാറി വരുന്നുണ്ട്. അപ്പം വരുമാനം കൂടുന്നുണ്ട് എന്നുള്ളത് സംസാരം തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്നെ കൊണ്ടുവന്ന ആളുടെ മാറ്റങ്ങളും കൂടിയാണ് എന്നെ ബിസിനസ്സിലേക്ക് പിടിച്ചു നിർത്തിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ വരുമാനത്തിലായാലും അദ്ദേഹത്തിന്റെ സംസാര രീതിയിലായാലും ഒക്കെ മാറുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നൽ വന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് വീണ്ടും ഒരു കോള് വന്നു, ആലപ്പുഴക്ക് വരുന്നതെന്ന് വെച്ച്. ഞാൻ ആലപ്പുഴയോ, ഹൗസ് ബോട്ട് ട്രിപ്പിന് പോകുന്നുണ്ട്, വേണമെങ്കിൽ വന്നു, അടിച്ച് പൊളിക്കാൻ നമുക്ക് ഒരു ദിവസം, ട്രിപ്പും ഫുഡും കാര്യങ്ങളും നമ്മളെല്ലാരും പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ ആലപ്പുഴ ഹൗസ് ബോട്ട് കൊള്ളാം, ഞാൻ ഇതുവരെ പോയിട്ടില്ല, അപ്പം എല്ലാം കാണാം, അപ്പം ലീവ് എടുക്കണം, പിന്നെ വർക്കിംഗ് ഡേയിലാണ്. അപ്പൊ എന്തൊക്കെയോ പറഞ്ഞ് ലീവൊക്കെ ഒപ്പിച്ച് അങ്ങനെ പോകാൻ തീരുമാനിച്ചു.
അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അടിച്ചു പൊളിക്കാൻ പോയതല്ല. അടിച്ചുപൊളി ഉണ്ട്, അതെന്തോ കോൺടെസ്റ്റിന്റെ ഭാഗമായിട്ട് എന്തോ പോകുന്നുണ്ട്. പക്ഷെ എന്നെ ലോക്കാക്കിയതാണ് എനിക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സിലായി. കാരണം അവിടെ സർപ്രൈസ് ആയിട്ട് ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രോഗ്രാമിൽ, കാരണം ഇത് അങ്ങ് എത്തിപ്പോയല്ലോ, ഇനിയിപ്പോ എന്തായാലും ഒരുമിച്ചല്ലേ വരാനും പറ്റുള്ളൂ. അപ്പൊ അവിടെ എത്തിയപ്പോ ഈ പറയുന്ന എന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ആശങ്കകളും എനിക്ക് തിരിച്ച് അതൊക്കെ ക്ലിയർ ചെയ്ത് ഫുൾ കോൺഫിഡൻസ് കിട്ടിയ ഒരു പ്രോഗ്രാം ആയിരുന്നു. കാരണം ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്, ഇവന്മാരൊന്നും കണ്ടിട്ടല്ല നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്, നമുക്ക് വിജയിക്കാൻ ആളുകളൊക്കെ പുറത്തുണ്ട് എന്നുള്ള തിരിച്ചറിവൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. മാത്രമല്ല, ഞാൻ ഇന്നും എന്റെ ഭാഗ്യമായി കാണുന്നത് അവിടെ എത്തിയപ്പോ അവിടെ ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് സർപ്രൈസ് എൻട്രി ആയിട്ട് ഹൗസ് ബോട്ടിലേക്ക് അവർ കയറി വന്ന പകുതിക്ക് കയറി വന്നതാ. വേറൊരു ബോട്ട് വന്നിട്ട് ഹൗസ് ബോട്ടിനോട് ചേർത്ത് നിർത്തിയിട്ട് അതിൽ നിന്ന് ചാടി കയറിയതായിരുന്നു വ്യക്തി. അത് മറ്റാരുമല്ല, നമ്മുടെ ബ്രാൻഡ് ന്യൂ ക്രൗൺ ഡയമണ്ട് എക്സിക്യൂട്ടീവ് മുബീൻ മുഹമ്മദ് സാറായിരുന്നു അന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് അന്ന് വന്നത്. അപ്പൊ അന്ന് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആയിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടപ്പോ സത്യം പറഞ്ഞാൽ നമ്മള് കിളി പോയി. അടുത്ത് നിന്നാൽ തന്നെ നമ്മൾ ചാർജ് ആവും, നമ്മളെ രോമങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ അത്രയും നല്ലൊരു വ്യക്തിയെ തുടക്കത്തിലെ പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ അന്ന് ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്നു. നമ്മുടെ ITC സുനിലാൽ സാർ ഉണ്ടായിരുന്നു അന്നത്തെ പ്രോഗ്രാമിൽ. കുറെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിനൊക്കെ അന്ന് അവിടെ നിന്ന് പരിചയപ്പെടാൻ സാധിച്ചു. അപ്പൊ ഇവരൊക്കെ ജോലിയൊക്കെ മാറ്റി വെച്ച് ഫുൾ ടൈം ആയിട്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം വീണ്ടും വിശ്വാസം കൂടി, ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കൂടി. പിന്നെ ഞാൻ ഈ ബാങ്കിൽ തന്നെ നിന്നാൽ പോയാലും എവിടെ വരെ എത്തും എന്നുള്ള തിരിച്ചറിവ് അന്നത്തെ പ്രോഗ്രാമിൽ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി. കാരണം ഏറ്റവും ടോപ്പിലിരിക്കുന്ന ബാങ്കിന്റെ ഡൽഹി റീജിയനിലുള്ള 10-42 ബ്രാഞ്ചൊക്കെ കൈകാര്യം ചെയ്യുന്ന ഹെഡ് മുബീൻ സാറെ കൂടെ ഫുൾ ടൈം ആയിട്ട് ബിസിനസ്സിലുണ്ടെന്നും അദ്ദേഹം ITC റാങ്കിൽ നിന്ന് 2,10,000 വാങ്ങിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള വിവരങ്ങളൊക്കെ അന്നത്തെ പ്രോഗ്രാമിന് പോയപ്പോൾ കിട്ടി. അപ്പം ഭാവിയിൽ ബാങ്കുകളിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വരെ മുബീൻ സാർ മുൻകൂട്ടി പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താ, അന്ന് പറഞ്ഞു ഭാവിയിൽ ബാങ്കുകളൊന്നും ഉണ്ടാവില്ല, ഒരുപക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ബാങ്ക് പോലും പല മാറ്റങ്ങളും സംഭവിക്കും, പുറത്ത് ജോലിയില്ലാത്ത കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കടകട പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ സത്യമായി. കാരണം ഇന്ന് ബാങ്കുകളുടെ എണ്ണം കുറഞ്ഞു. ഇന്ന് ദേന ബാങ്ക് കാണാനില്ല, സിൻഡിക്കേറ്റ് ബാങ്കിനെ കാണാനില്ല, ഒരുപാട് ബാങ്കുകൾ നമ്മൾ ഇന്ന് കാണാനില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ എങ്ങോട്ട് പോയി? ബാങ്കുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലും പല മാറ്റങ്ങളും സംഭവിച്ചു. കാരണം HDFCക്ക് ഒരുപാട് സബ്സിഡറി കമ്പനികൾ ഉണ്ടായിരുന്നു. HDFC ലിമിറ്റഡ്, HDFC എർഗോ, HDFC എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമ്പനികളുടെ. പക്ഷെ ഇന്ന് അതൊക്കെ മർജായി HDFC ഒരു ഒറ്റ സ്ഥാപനമായിട്ട് മാറി. ഒരുപാട് വ്യക്തികൾ 10-13 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വരെ ബാങ്ക് വിട്ട് പല മേഖലകളിലേക്കൊക്കെ പോയി. ഇതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് സാറ് സൂചിപ്പിച്ചൊക്കെ സത്യമാണ്. ഇന്നും പല ട്രെയിനിങ്ങിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ പലതും സൂചിപ്പിക്കുന്നുണ്ട്. 2-3-4 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന പല മേഖലകളും ഇന്ന് ഇവിടെ നാട്ടിൽ ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം പാലക്കാട് GTSന് പോയപ്പം അവിടുന്ന് നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ ആയിട്ടുള്ള ചാൾസ് സാർ ഒരു പോയിന്റ് സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന തട്ടുകടകൾ പോലും ഒരു പക്ഷേ ഏതാനും സമയങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാകുന്ന കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന മേഖലകളൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാവും എന്നുള്ളത് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവും. ആ മേഖല സൂപ്പറാന്ന് വിചാരിച്ചു. പക്ഷെ കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ ഒരു പക്ഷെ ആ ഇൻഡസ്ട്രി തന്നെ ഇല്ലാണ്ടായി പോകുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്നും ഇന്നും എന്നും നമ്മുടെ ഈ ഇൻഡസ്ട്രി നിലവിലുണ്ടാവും. നമ്മുടെ കമ്പനി ഇപ്പോഴേ ഇന്ത്യയിൽ നമ്പർ 1 ആണ്. കുറെ പോയിന്റുകളൊക്കെ അന്ന് പറഞ്ഞു, ഞാൻ അതിലേക്ക് പോകുന്നില്ല, വിഷയം മാറിപ്പോയി. അപ്പോ അങ്ങനെ തിരിച്ചു വന്ന് ശക്തമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്ത് നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഗ്രിപ്പ് കിട്ടുന്നത് ബിസിനസ്സിലേക്ക് എങ്ങോട്ട് പോകണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. കാരണം ചെയ്യാനുള്ള തീരുമാനം, ഞാൻ ഡിസിഷൻ എടുത്തു. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയെടുക്കുക ഞാൻ ചെയ്തത്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, സ്വാഭാവികമായിട്ട് ഇത് ചെയ്യണം എന്നുള്ള താല്പര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെ സമയം കണ്ടെത്താൻ തുടങ്ങും. വലിയൊരു പോയിന്റ് ആണത് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ അനുഭവത്തിലൂടെ ഞാൻ തന്നെ സമയമില്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് എങ്ങനെ സമയം ഉണ്ടാക്കും? ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടതാണ് സമയം. ആ ഇല്ലാത്ത സമയം ഉണ്ടാക്കാൻ പറ്റിയത്, സമയം ആസ്വദിക്കാൻ പറ്റിയ ബിസിനസ് ആണെന്നുള്ള ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് പലരും സമയമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നത്. പക്ഷെ എനിക്ക് സമയം കണ്ടെത്താൻ പറ്റി. രാവിലത്തെ ട്രെയിനിന് പോകുന്ന പരിപാടികളൊക്കെ മാറ്റി വെച്ചു. ഇനി ട്രെയിനിന് പോയാൽ തന്നെ ഞാൻ കൊയിലാണ്ടിയും ഭാഗങ്ങളൊക്കെ പകുതിക്ക് വെച്ചിട്ട് ഇറങ്ങിയിട്ട് എന്റെ ബന്ധങ്ങളിലേക്ക് ഇറങ്ങി. ബാങ്കിൽ 10 മണിക്ക് എത്തിയാൽ മതിയല്ലോ. മറ്റത് ഞാനൊരു 8-9 മണിയാകുമ്പോഴത്തേക്ക് എത്തും. നേരത്തെ എത്തി ബ്രാഞ്ച് ക്ലോസ് ചെയ്താലും വൈകിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. രാവിലെ സമയം കണ്ടെത്തി, വൈകുന്നേരം സമയം കണ്ടെത്തി. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് ഇത്രയേ ഉള്ളൂ. ബൈക്കിന്റെ ബേക്കിൽ കയറും, എന്റെ കൂടെയുള്ള ആളുകളോടെ ഞാൻ ഇങ്ങനെ അങ്ങ് പോകും. ഏതെങ്കിലും വീടുകളിലൊക്കെ ഒരു 2-3 വീട്ടിലൊക്കെ, ചിലപ്പോൾ റീറ്റെയിൽ ആയിരിക്കും നടക്കുക, ചിലപ്പോൾ ഒന്നും നടക്കൂല, എന്തെങ്കിലുമൊക്കെ പറയും, ചിലപ്പോൾ ആളുകൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മിക്സഡ് ആയിട്ട് വൈകുന്നേരം അതുപോലെ തന്നെ രാവിലെ കണ്ട ആൾക്കാർ പിന്നെയും കാണും, കഴിഞ്ഞ 2 ദിവസമായിട്ട് കണ്ട ആൾക്കാർ പിന്നെയും നമ്മൾ പോയി കാണും. അപ്പൊ ഞാനും എന്റെ കൂടെയുള്ള ആൾക്കാരും തുടക്കത്തിലേ അങ്ങ് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ആളുകളെ ഞങ്ങൾ രാവിലെയും വൈകുന്നേരമായിട്ടൊക്കെ കവർ ചെയ്യും. രാത്രി 11 മണി വരെയൊക്കെ ചില ആളുകളെ കാണാനുള്ള സമയമായിട്ട് മാറ്റി വെച്ചു.
എന്തുകൊണ്ട് തുടക്കത്തിൽ അങ്ങനെ ഇറങ്ങാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് എത്രയും നേരത്തെ നമ്മുടെ ബിസിനസിന്റെ ഓണർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടും നമ്മുടെ സ്വന്തം ബിസിനസ്സായിട്ടും നമ്മൾ എന്ന് ഏറ്റെടുക്കുന്നു അന്ന് മുതലാണ് നമ്മുടെ ബിസിനസ്സിന് വേഗത കയറുക. പക്ഷെ പല ആൾക്കാരും എടുക്കുന്ന ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് അങ്ങോട്ട് എത്തട്ടെ, ഞാൻ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്റെ നല്ല വരുമാനം കിട്ടട്ടെ, എനിക്ക് നല്ല ടീമൊക്കെ ആവട്ടെ, എന്തെങ്കിലും ഒരു നല്ല സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ കാത്തു നിൽക്കുന്നത്. എന്തിന്? ഒറ്റയ്ക്ക് ബിസിനസ് പറയാനും ഒറ്റയ്ക്ക് ആളുകളെ കാണാനും സംസാരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട്. നമുക്കില്ലാത്ത കഴിവുകളൊക്കെ തന്നെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഈ ബിസിനസ്സിലൂടെ നമുക്ക് തനിയെ ഉണ്ടായി വരും. എല്ലാ കഴിവുകളും ഈ ബിസിനസ്സിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടായി വരുന്നത് നമുക്ക് പല കഴിവുകളും. അപ്പോ എന്ന് വിചാരിച്ചിട്ട് അപ്ലൈന്റെ തണലിലും കൂടെ വന്ന ആളുടെ തണലിലും ആണ് നമ്മൾ ഇപ്പോഴും വളരുന്നതെങ്കിൽ, തുടക്കക്കാരോടാണ് ഞാൻ പറയുന്നത്, ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി വരികയെ നമുക്ക് മരം കയറാൻ പോലും പറ്റുള്ളൂ. നമുക്ക് തള്ളിത്തരുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. വളരെ നേരത്തെ നമ്മൾ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ അത് കണ്ടുപിടിക്കാനും കേട്ടുപിടിക്കാനും ഡ്യൂപ്ലിക്കേഷനും കാര്യങ്ങളും വർക്ക് സ്പീഡാവാനും എല്ലാം നമുക്ക് അതിന്റെ മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ പറ്റും. അത് നമുക്ക് തന്നെ ഒരു നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവ് വർദ്ധിക്കാനൊക്കെ സാഹചര്യങ്ങളും പ്ലാറ്റ്ഫോമുകളും നമുക്ക് തന്നെ വന്നു ചേരും. അപ്പൊ തുടക്കത്തിൽ എനിക്കുണ്ടായ ഒരു ഭാഗ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും എന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിച്ചൊരു വ്യക്തിയിലാണ്. എന്നെ ഫോളോ അപ്പ് ചെയ്തു, എന്നെ കാണാൻ വന്നു, പിന്നെ എന്നെ ദേഷ്യപ്പെടാതെ ചിരിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഇറങ്ങുന്നത് വരെ എന്നോടൊപ്പം നിന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കണേ, സാറേ ഒരാളെ കാണാൻ വരാനുണ്ടായിരുന്നു, നമുക്ക് എപ്പോഴാ പോവാ. അപ്പൊ അതെനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. കാരണം ഇത്രയും കാലം ഇങ്ങോട്ട് വിളിച്ചിട്ട് കളിപ്പിച്ച് കഷ്ടപ്പെടുത്തിയ ഒരാളാ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മള് ആ ഒരു ഈഗോ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്ക്. എനിക്കത് വല്ലാണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ പരമാവധി എനിക്കിത് എങ്ങനെയെങ്കിലൊക്കെ എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ ചെയ്യണം എന്നുള്ളൊരു എന്തോ ഒരു ആഗ്രഹത്തിന്റെ ഒരു തുടക്കത്തിൽ എനിക്ക് കിട്ടിയത് ഭാഗ്യമായിട്ട് കരുതുന്നു. ആദ്യമായിട്ട് വർക്കിന് വന്ന ദിവസം വടകര പുതിയ സ്റ്റാൻഡിലും പിന്നെ പഴയ സ്റ്റാൻഡിലും ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ അടുത്തൊക്കെ ആയിട്ട് ഒരു 3 എഞ്ചിനീയർമാരെ ഞാൻ കാണിച്ചു കൊടുത്ത. പുള്ളി എഞ്ചിനീയർ ആയതുകൊണ്ട് ആരും വന്നിട്ടില്ല. അതിൽ വടകരയുള്ള ഒരു എഞ്ചിനീയർ ഒരു പേസ്റ്റ് എടുത്തു, വേറൊന്നും അന്ന് സംഭവിച്ചില്ല. പക്ഷെ ഈ 3 പേരോട് ഈ ബിസിനസ് പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്കത് കേട്ട് പഠിക്കാൻ സാധിച്ചു. അത് ഞാൻ അറിയാതെ പഠിക്കുന്നതാ ഫീൽഡിൽ നിന്ന്. അടുത്തൊരു ദിവസം ഉച്ചവരെ കോഴിക്കോട് GTS ഉച്ചയ്ക്ക് ശേഷം ഉള്ളത് കൊണ്ട് ഉച്ചവരെ കൊയിലാണ്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ട് അവിടെ 2-3 പേരെ, ഒരു 1-2 മാഷന്മാരെയും പിന്നെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ അവിടെ കാണാൻ സാധിച്ചുകൊണ്ട് അവിടെ നിന്നും കുറച്ച് കാര്യങ്ങൾ ഒന്നും നടന്നിട്ടൊന്നുമില്ല, ആരും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു 5-8 പേരൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ആ സമയത്ത് ഒരാള് സീരിയസ് ആയിട്ട് എന്റെ കൂടെ നിൽക്കുന്നത്. ഒരു 10-15 രൂപയ്ക്കൊക്കെ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്നത്. ആ വ്യക്തിനെ കൂടിയാണ് പിന്നെ മുന്നും പിന്നും നോക്കാതെ നമ്മൾ ഇറങ്ങി ഓടുന്ന ഫീൽഡിലേക്ക്. പക്ഷെ ഇത്രയും സംഭവിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ട് പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ആളെടുത്ത് പോകുമ്പോൾ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ എന്നൊക്കെ വെച്ചിട്ട് ഫയലും ബുക്കൊക്കെ വെച്ചിട്ട് നമ്മുടേതായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റി തുടക്കത്തില്. അപ്പൊ അത് അതുകൊണ്ട് എന്താ വെച്ചാൽ കൂടെ വരുന്ന ആൾക്കാരും നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ പറയുന്ന കേട്ടിട്ട് അവരും പഠിക്കുന്നു. അപ്പൊ അവർക്കും കോൺഫിഡന്റ് ആയി. ഇല്ലെങ്കിലോ ഞാൻ ഈ കാണുന്ന ആളെടുത്തല്ല എന്നെ കൊണ്ടുവന്ന ആളെയും കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ, എന്റെ ലീഡറെയും കൂട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ, നാളെ എന്റെ കൂടെ വരുന്ന ആൾക്കാരും ലീഡർ വേണം, ലീഡർ വന്നാലേ കാര്യങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് മാറും. അപ്പൊ നമ്മുടെ ഒരു വാല്യൂ പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകും. നമുക്ക് വളരാനുള്ള സാഹചര്യവും നമുക്ക് സംസാരിക്കാനുള്ള സ്പേസ് പോലും നമുക്ക് കിട്ടാത്ത രീതിയിലേക്കായിരിക്കും നമ്മൾ കൊണ്ടുവന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയും ബിസിനസ് വേഗം കേട്ടുപഠിക്കുന്നു, പറയാൻ തുടങ്ങുന്നു. അവരെ കൂടെ വരുന്ന ആളുകളുടെ അവരെ ആവശ്യപ്പെടും, പിന്നെ ഞങ്ങൾ പോയിക്കൊള്ളാന്ന രീതി നമ്മൾ അറിയാത്തൊരു വേഗത ബിസിനസ്സിന് കൈവരും. അത് നമുക്ക് തുടക്കത്തില് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്റെ വർക്കിംഗ് സ്റ്റൈലൊക്കെ മാറ്റി പതുക്കെ ആളുകളൊക്കെ കടന്നു വരാൻ തുടങ്ങി. ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. 500-ഉം 800-ഉം 950-ഉം 1200-ഉം 2000 എന്നൊക്കെ പറഞ്ഞ വരുമാനങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. കൂടെ വരുന്ന ആൾക്കാർക്കും വരുമാനങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ് പാർട്ട് ടൈം എന്ന രീതിയിൽ ഞാൻ ഹാപ്പി ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പാർട്ട് ടൈം ആണ്, ജോലി കഴിഞ്ഞ് കിട്ടുന്ന സമയം പരമാവധി ഉപയോഗിക്കുന്നു, അത്യാവശ്യം കുറച്ച് വരുമാനങ്ങൾ കിട്ടുന്നു, കിട്ടുന്ന അഡീഷണൽ ഇൻകം കുറിക്കും മറ്റുള്ള ആവശ്യങ്ങൾക്ക്. മാസം ഒരു 5,000-6,000 രൂപ എനിക്ക് അത്യാവശ്യമായിരുന്നു. ഒരു സൈഡ് ഇൻകം ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ ചിന്തിച്ചിരുന്നു ആ സമയത്ത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. കാരണം എന്താ, ജോലി സ്ഥലത്തുള്ള പ്രഷർ ഇങ്ങനെ ഒരു ഭാഗത്തുണ്ട്, ബാങ്കിലെ പ്രഷർ, ഇവിടെ ടീം കൂടി കൂടി വരുന്നു. അപ്പൊ ആളുകളെ കാണാൻ എത്തിപ്പെടാൻ പറ്റുന്നില്ല പല സ്ഥലത്തും. അപ്പം രാവിലെ വല്ലാണ്ട് ഞാൻ ലേറ്റ് ആവുന്നു ഓഫീസിലെത്താൻ, വൈകുന്നേരം ഞാൻ പല കാരണങ്ങളും പറഞ്ഞ് മുങ്ങുന്നു. അപ്പൊ പെട്ടെന്ന് എന്നിലുണ്ടായ മാറ്റം ബാങ്കിൽ ശ്രദ്ധിച്ചു. അപ്പൊ എല്ലാരും എന്തോ പരിപാടി ഇവൻ തുടങ്ങിയിട്ടുണ്ട്, എന്തോ സംഭവം ഉണ്ട് എന്ന രീതിയിലേക്ക് പേഴ്സണലി എന്നെ വിളിപ്പിക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ തുടങ്ങി. ഞാൻ പതുക്കെ എന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഓഫീസറോട് ഞാൻ കാര്യം സൂചിപ്പിച്ചു, ഞാനിങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫുൾ അവരുടെ വക ഉപദേശവും കാര്യങ്ങളും, പിന്നെ അങ്ങനെയാണ് ജോലി പോവും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ ബാങ്കിന്റെ ഭാഗത്ത് വീണ്ടും വലിയ പ്രഷറിലേക്ക് എന്നെ തള്ളി വിടുകയുണ്ടായത്. പക്ഷെ എനിക്കാണെങ്കിൽ ബിസിനസ് വിടാനും പറ്റുന്നില്ല.
ഇപ്പൊ സ്വാഭാവികമായിട്ടും കൂടെ വന്ന പല ആളുകളും കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. കാരണം നമ്മൾ പെട്ടെന്ന് നമ്മളെ കൂടെ സ്റ്റാർട്ട് ചെയ്തു, നമ്മളെ കൺവെട്ടത്ത് നമുക്ക് അവരെന്നും കാണാനും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ ആളുകൾ ഇട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ മിസ്റ്റേക്കാണ്. അപ്പൊ അങ്ങനെ രണ്ട് തോണി കാലിട്ട അവസ്ഥയായി. എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശങ്കയായി. പിന്നെ കാരണം ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്, നല്ല പ്രതീക്ഷയൊക്കെ വന്നിട്ടുണ്ട്. പെർഫോമൻസ് ബോണസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാമിന് സ്റ്റേജിൽ കയറാൻ പറ്റും. ഈ ആഗ്രഹങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പരമാവധി സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിന്നെന്താ പറയാ, ഒരു ജനുവരി ഫെബ്രുവരി മാസം ആയതുകൊണ്ട്, JFM ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ബാങ്കിങ്ങിലേക്ക് ശ്രദ്ധിക്കേണ്ടി വരും. എന്നെ ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്ത്, കാരണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമായതുകൊണ്ട് ഞാൻ അതിലേക്ക് എന്നെ കൂടുതൽ സമയം ബാങ്കിങ്ങിലേക്ക് കൊടുക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഇവിടെ ബിസിനസ് കുറയാനും പ്രശ്നങ്ങൾ ഉണ്ടാവാനും തുടങ്ങി, പരാതികളൊക്കെ വരാൻ തുടങ്ങി, ആളുകൾക്ക് വിളിച്ചിട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല, അങ്ങനെയാണെന്നൊക്കെ കുറെ, കാരണം എനിക്കത് മനസ്സിലായി തുടങ്ങി. അപ്പൊ ഒന്നുകിൽ ഞാൻ ജോലി വിടണം, അല്ലെങ്കിൽ ഞാൻ എന്റെ ബിസിനസ് വിടണം, ഏതെങ്കിലും ഒന്ന് വിട്ടേ പറ്റുന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ കറക്റ്റ് സമയത്ത് എനിക്കൊരു പ്രോഗ്രാം കിട്ടി. ഞാൻ അതുകൊണ്ട് അത് എപ്പോഴും എന്റെ എക്സ്പീരിയൻസിൽ എടുത്തു പറയുന്നത്, കറക്റ്റ് സമയത്ത് എനിക്ക് പ്രോഗ്രാം കിട്ടിയൊന്നുമല്ല, RTP എന്നതിന്റെ പേര്. നിങ്ങളൊക്കെ പലരും അറ്റൻഡ് ചെയ്യുന്നു. റിയൽ ടേണിംഗ് പോയിന്റ്, അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. റിയൽ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആ 2 ദിവസത്തെ താമസിച്ച് വയനാട്ടിൽ നടന്ന പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് വളരെ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് ആണ് RTP നമുക്ക് ഓരോരുത്തരും കിട്ടുന്നത്. ആദ്യത്തെ ദിവസം അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ പകൽ നടക്കുന്ന ട്രെയിനിങ്ങിലാണ് നമുക്ക് പല തിരിച്ചറിവുകളും വരും. കാരണം ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റേഴ്സ് ഉൾപ്പെടെയുള്ള പല ലീഡേഴ്സും ചെറിയ ചെറിയ സെക്ഷനുകളായിട്ട് നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ചിന്തകളിലേക്കൊക്കെ വരികയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്തുകൊണ്ടും മികച്ചത് ബിസിനസ്സാണ്, ജോലിയല്ല, എന്റെ മേഖല ബിസിനസ് ആണെന്നുള്ള തിരിച്ചറിവ് കിട്ടുകയും ജോലി വിടേണ്ട സമയമായി, ഇനി ധൈര്യമായിട്ട് തീരുമാനമെടുത്തോളൂ എന്നുള്ള തിരിച്ചറിവും കുറെ കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടിയ ശേഷം ഞാൻ താമരശ്ശേരി ചുരം ഇറങ്ങുന്ന സമയത്തൊക്കെ എന്റെ മനസ്സിൽ ഇതാ ഉള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല. ബാങ്കിൽ അടുത്ത വർക്കിംഗ് ഡേ പോകുന്നത് ഞാൻ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി തയ്യാറാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് നേരെ മാനേജറെ കണ്ട് ഞാനത് സബ്മിറ്റ് ചെയ്യുന്നു. ഞാൻ റിസൈൻ ചെയ്യാണ്, ഞാൻ ബാങ്ക് വിടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റും. അതിന് കാരണം ആ പ്രോഗ്രാം തന്നെയാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ ആ RTPയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയത്. പക്ഷെ അതിന്റെ മുന്നേ ഞാനിങ്ങനെ വൈഫിനോടും ഒക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ജോലി ഏത് നിമിഷവും ഞാൻ വിടും കേട്ടോ. കാരണം വൈഫ് അന്നും ഇന്നും കൂടെ ഉണ്ട്, ഭയങ്കര സപ്പോർട്ടാണ്. തുടക്കത്തിലുള്ള നെഗറ്റീവ് ഒക്കെ മാറി പിന്നീട് നമ്മളോടൊപ്പം നിന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ജോലി റിസൈൻ ചെയ്തപ്പോ കുറേ ആളുകളോട് പിന്നെ എനിക്ക് ബിസിനസ് പറയാൻ പറ്റി. ടീമിനോട് എവിടെ വേണമെങ്കിലും പോവാം, ഏത് പ്രോഗ്രാമിനും പോവാം, എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യാം. കാരണം ടെൻഷൻ ഇല്ല, കാരണം എന്താ, ജോലിയില്ല, 10 മണിക്ക് പോകേണ്ട, വൈകുന്നേരം, അതൊന്നുമില്ല. കാരണം ഫുൾ നമ്മൾ ഓപ്പണായി, നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയ പോലെ. എന്ന് വെച്ചാൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം, കേരളത്തിന് പുറത്തും പോവാം. ഫുൾ ഫ്രീഡം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റി. മറ്റുള്ള പല ജില്ലകളിലേക്കൊക്കെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയിലേക്ക് എത്തിയത്. ഇന്ന് എനിക്ക് കേരളത്തിൽ ഏകദേശം 9-ലധികം ജില്ലകളിൽ ബിസിനസ് ഉണ്ട്. അതിനൊക്കെ കാരണം അന്ന് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റിയോണ്ടാണ്. പല സ്ഥലങ്ങളിലേക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങി ബിസിനസ്. പിന്നെ ഞാൻ പിന്നെ ഫാമിലിന്റെ ഒരു കാര്യം പറഞ്ഞു അതിന്റെ ഇടയിൽ. അത് പെട്ടെന്ന് ഉണ്ടായതല്ല ഫാമിലി സപ്പോർട്ട്. തുടക്കക്കാരൊക്കെ കാണിക്കുന്ന മറ്റൊരു അബദ്ധമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. കാരണം പല ആളുകൾക്കും വീട്ടിലെ ഹസ്ബൻഡ് ചിലപ്പം തുടക്കത്തിൽ സപ്പോർട്ട് ആവുന്നില്ല, ചില ഹസ്ബൻഡുമാർക്ക് വൈഫ് ചിലപ്പോൾ സപ്പോർട്ട് ആവുന്നില്ല, ചിലർക്ക് അച്ഛനും അമ്മയും സപ്പോർട്ട് ആവുന്നില്ല. എന്തുകൊണ്ടാണ് സപ്പോർട്ട് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് അറിയാത്തത് കൊണ്ടാണ്. എന്താ ബിസിനസ് എന്ന്, രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു, പിന്നെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് അങ്ങ് എതിർക്കുകയാണ്. അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പുറത്ത് ഇവൻ വഴിതെറ്റി പോകുന്ന രീതിയിലായിരിക്കാം. പല കാരണങ്ങളും കൊണ്ടും ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നും കാണാറുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അത് എനിക്ക് എന്തോ മുൻകൂട്ടി അത് പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ എടുത്ത ഡിസിഷൻ അല്ല. ഞാൻ പതുക്കെ എന്റെ പല പ്രോഗ്രാമുകളിലേക്കും എന്റെ കൂടെ വന്ന ആളുകൾ എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് തുടക്കത്തില്. പിന്നെ വൈഫായാലും, വൈഫിന്റെ ഏട്ടനായാലും, വൈഫിന്റെ ഫാദർ ആയാലും, എന്റെ ഫാദർ ആയാലും, എന്റെ ബ്രദേഴ്സ് ആയാലും, ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിലൊക്കെ ഞാൻ ഇവരെയൊക്കെ മെല്ലെ അങ്ങനെ കൊണ്ടുപോകും. കോഴിക്കോടൊക്കെ ഹോം മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ വൈഫിന്റെ ഫാദറോട് വിളിക്കും, കോഴിക്കോടൊക്കെ വരുന്നോ, വെറുതെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വേക്കിലൊക്കെ ഇരുത്തും. അപ്പൊ അവിടെ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, പിന്നെ നമ്മുടെ മീൻചന്തയും കഴിഞ്ഞ് ഫറൂഖ് ആ റൂട്ടിൽ ഒരു സമയത്ത് പിന്നെ ഒരു സ്ഥലത്ത് ഹോം മീറ്റിംഗ് എടുക്കുമ്പോൾ ഒരു സ്കൂളിലാണ്, LP സ്കൂളിൽ, ബാക്കിൽ ഞാൻ ഫാദറെ അവിടെ എത്തിപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പം പതുക്കെ ഇവരും കാര്യങ്ങളൊക്കെ കേൾക്കുമല്ലോ. എന്റെ വീട്ടിൽ എനിക്ക് ഹോം മീറ്റിംഗ് വെക്കാൻ സാധിച്ചിട്ടില്ല, കാരണം പിന്നെ ചില സാഹചര്യം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും എളുപ്പം വഴി ഹോം മീറ്റിംഗ് വെക്കല. സ്വന്തം വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെച്ചാൽ ഈ പ്രശ്നം തീരും.
കാരണം വീട്ടിലെല്ലാ ആൾക്കാരും ബിസിനസ് എന്താന്നുള്ള മനസ്സിലാക്കും. പതുക്കെ GTSനൊക്കെ അവരെത്തിച്ച അത്രയും നല്ലത്. പിന്നെ FSSന്, പിന്നെ വലിയ മെഗാ പ്രോഗ്രാം സെലിബ്രേഷൻ വരെ ഞാൻ കയ്യോട് കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ കോഴിക്കോട് വെച്ച് നടക്കുന്ന വലിയൊരു പ്രോഗ്രാമിന് എനിക്കൊരു ഭാഗ്യം കിട്ടുവെച്ചാൽ ഫുൾ ടിക്കറ്റ് എല്ലാം എടുത്ത് ഞാൻ ഇവന്മാരെല്ലാം മുന്നിൽ കൊണ്ടേ ഇരുത്തി, എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടിയാണ് പെർഫോമൻസ് ബോണസ് നേടിയിട്ട് സ്റ്റേജിൽ പോയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇത്രയും ആളെ മുന്നിൽ പിന്നെ സർപ്രൈസ് ആയിട്ട് നമ്മൾ കൂട്ടത്തുനിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ എന്ത് അച്ചീവ്മെന്റ് നമ്മൾ സർപ്രൈസ് ആയിട്ട് നമ്മളെ ഫാമിലി കൊടുത്തതല്ലേ, ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര സപ്പോർട്ടായിരിക്കും. പിന്നെ അങ്ങനെ ഘട്ടമായിട്ടാണ് നീ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള രീതിയിലേക്ക് ഒരു ഫാമിലി സപ്പോർട്ട് എനിക്ക് കിട്ടുന്നത്. അല്ലാതെ പലരും വിചാരിക്കുന്നത്, പ്രത്യേകിച്ച് ഒരുപാട് ലേഡി അച്ചീവേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ വരുമാനമൊക്കെ കിട്ടി നല്ല ലെവലിലായാലും ഞങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരിക്കും. ചിലപ്പോൾ സപ്പോർട്ട് നേരെ ചിലപ്പോൾ ഇല്ലാണ്ടാവുക ചെയ്യാം ഒറ്റയടിക്ക്. പലപ്പോഴും കണ്ടിട്ടുണ്ട് പല. അപ്പൊ നിങ്ങൾ തുടക്കത്തിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഫാമിലിനെ ഇത് കേൾപ്പിക്കണം. ഇപ്പൊ മോർണിംഗ് മീറ്റിംഗ് രാവിലെ ആ വീട്ടിൽ എല്ലാവരും കേൾക്കണം. ചില ആൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മാത്രമേ കേൾക്കുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ ഫുൾ ലൗഡ് സ്പീക്കറിൽ തുറന്നു നോക്കണം, അവരൊക്കെ അറിയട്ടെ. ഒരുപക്ഷെ നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ പുറത്തുണ്ടാവും വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ നമ്മളെക്കാൾ കഴിവുള്ള ആളുകളായിരിക്കും. അവരായിരിക്കും ഒരുപക്ഷെ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യേണ്ടത്. അപ്പോ എന്ത് കാര്യങ്ങളും ഫാമിലിനെ തുടക്കത്തിലെ കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടും. കാരണം ഓരോ റാങ്ക് മാറുമ്പോൾ നമുക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ഫാമിലി നേരത്തെ കിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പെർഫോമൻസ് ബോണസ് അനുസരിച്ച് എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റും. എന്റെ കൂടെ വന്ന ആളെ പെർഫോമൻസ് അടുപ്പിച്ചു. പിന്നെ ഞാനും റാങ്ക് മാറി, TC, ATC, DTC ഒക്കെ റാങ്കിലേക്ക് വരുന്നു. എന്റെ കൂടെ വന്ന ആൾക്കാർ റാങ്ക് മാറുന്നു. എല്ലാം ഹാപ്പി, അടിപൊളി. അപ്പോ ആ ഒരു DTC റാങ്ക് വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വേറെ ഒന്നുമില്ല. ഞാൻ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. ലീഡേഴ്സ് എന്താണോ പറഞ്ഞത്, ടീം എന്താണോ പറഞ്ഞത്, അത് അതുപോലെ ചെയ്തു. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഹോം മീറ്റിംഗ് ആണ്. ഹോം മീറ്റിംഗ് ഒന്നുമില്ല, ആരെങ്കിലും ഒരു 5000, 10,000, 12,000, 15,000, 20,000 എടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ തൊട്ടടുത്ത ദിവസം തന്നെ പോകും. എങ്ങനെയെങ്കിലും ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്യിപ്പിക്കും. ചിലപ്പം വീട്ടിൽ 3 ആളെ ഉണ്ടാവുള്ളൂ. തൊട്ടപ്പുറത്തെ വീട്ടിൽ 2 പേരുണ്ടാവും. കാര്യമായിട്ട് വിളിച്ചവർ 1-2 സുഹൃത്തുക്കൾ ഉണ്ടാവും. ഉള്ള ആളെ വെച്ചിട്ട് ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് വരച്ചിട്ട് കാണിച്ചു കൊടുക്കും. അപ്പം ഫാമിലി പോസിറ്റീവ് ആവും. എന്തെങ്കിലും ചിലപ്പോൾ 500,000 റീറ്റെയിലൊക്കെ ചിലപ്പോൾ നടന്നാലായി. പക്ഷെ റിസൾട്ട് അടിപൊളിയാണ്. കാരണം വന്ന വ്യക്തി കാര്യങ്ങൾ പഠിക്കും, നമുക്കും കുറെ കാര്യങ്ങൾ എഴുതി പഠിക്കാം, നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ ഇതൊക്കെ കേട്ട് പഠിക്കും. പഠിക്കാനുള്ള ഒരു വേദി തന്നെയാണ് ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് വിട്ടുപിടിക്കരുത്. എല്ലാരും വിചാരം ഹോം മീറ്റിംഗ് നാളെ ആവട്ടെ, അടുത്ത ആഴ്ച ആവട്ടെ, മറ്റേ സലീം കുമാർ ഏതോ സിനിമയെ പറഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച ആവട്ടെ. ഇതിങ്ങനെ ഹോം മീറ്റിംഗ് നടത്താത്ത എത്രയോ പേരുണ്ട്. ഹോം മീറ്റിംഗ് വിട്ട് കളിക്കരുത്. ഈ ബിസിനസ്സിന് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് നിരന്തരം നമ്മൾ ചെയ്യണം. ഒരു വീട്ടിൽ തന്നെ പിന്നെയും വെക്കുന്നൊന്നും ഒരു തെറ്റുമില്ല. അപ്പോ നമ്മളാണ് ഉറപ്പ് വരുന്നത് നമ്മളെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടന്നു എന്നുള്ളത്. റിസൾട്ട് ഇതാണ്. വീട്ടുകാർക്ക് പ്ലാൻ മനസ്സിലാവും, കമ്പനി എന്താണ്, ബിസിനസ് എന്താണ്. നമുക്കും മനസ്സിലാവും ഒന്നും കൂടി എന്താന്നുള്ളത്. നമുക്ക് പറഞ്ഞു പഠിക്കാനും കേൾക്കാനുള്ള ഒരു വേദി കിട്ടും. പിന്നെ തുടക്കത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഒരുമിച്ച് പ്ലാൻ കൊടുക്കാൻ പറ്റും. ഒരുമിച്ച് ഒരു 5-6 പേരാകുമ്പോൾ ഒരുമിച്ച് പ്ലാൻ കൊടുക്കാമല്ലോ. 5 ആളെ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് പോയി പ്ലാൻ കൊടുക്കുക എന്നുള്ള ഏറ്റവും വേണ്ടപ്പെട്ട 5 പേരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇതുപോലെ ഹോം മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതാണ്. പിന്നെ വീട്ടിൽ വെച്ച് നടന്ന പരിപാടിക്ക് ഒരു പവർ കൂടുതൽ, എപ്പോഴും ഒരു പവർ കൂടുതലല്ല ശരിക്കും, നമ്മൾ വേറെ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുവന്നതിനേക്കാളും. അപ്പൊ അങ്ങനെ ഹോം മീറ്റിംഗിന്റെ മാധുര്യം അറിയണം എല്ലാവരും. 1-to-1നേക്കാളും GTSനേക്കാളും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ഹോം മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് മാക്സിമം നിങ്ങൾ ചെയ്യാം. ഞാനത് ചെയ്തിട്ടുണ്ട്. കുറെ കൂടെ വന്ന ആൾക്കാരൊക്കെ അന്നും ഇന്നും ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഹോം മീറ്റിംഗ് വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. ഹോം മീറ്റിംഗ് ആണ് ബിസിനസ്സിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം. അതും എന്റെ അനുഭവത്തിലൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സെറ്റ് ഈസി ഒക്കെ എത്തുന്നു. അപ്പോഴാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്. നമ്മളെ പരിചയപ്പെടുത്തി എന്നെ കൂട്ടിക്കൊണ്ടുവന്ന വ്യക്തിക്ക് 2,10,000 എമൗണ്ട് കിട്ടുകയാണ്. സീലിംഗ് അച്ചീവറായി മാറുകയാണ്. അതെന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. ഭയങ്കര സന്തോഷവും, കൊണ്ടുവന്ന ആൾക്ക് അത് കിട്ടിയതുള്ള സന്തോഷവും. പക്ഷെ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ഇത്രയേ ഉള്ളൂ: കൊണ്ടുവന്ന ആൾക്ക് കിട്ടി, ഇനി അടുത്ത നമുക്കായിരിക്കും. നമുക്ക് എപ്പോഴാ കിട്ടുക? നിങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തിക്ക് 2,10 കിട്ടിക്കഴിഞ്ഞാൽ, സീലിംഗ് അച്ചീവർ ആയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലും വരും അടുത്ത ഞാൻ തന്നെ. എപ്പോഴാന്നുള്ളത് നമുക്ക് കാത്തിരിക്കും നമ്മൾ. പക്ഷെ അങ്ങനെ വീണ്ടും നമ്മൾ വർക്കുമായിട്ട് മുന്നോട്ടുണ്ട്. ഹോം മീറ്റിംഗ് ഉണ്ട്, 1-to-1 ഉണ്ട്, ഫോളോ അപ്പ് ഉണ്ട്. ഒന്നും വിടൂല. ഒരു ട്രെയിനിങ്ങും വിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ. എവിടെ അത് ഞാൻ ഇന്നും അതിപ്പോ ഏത് ആളെ പ്രോഗ്രാമാണ് പങ്കെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പോയിരിക്കും. കാരണം എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. ട്രെയിനിങ് ആണ് ബിസിനസ്സിൽ ഏറ്റവും വേണ്ട കാര്യം. മറ്റൊരു കാര്യം അത് ഒഴിവാക്കരുത്. എവിടെയാണെങ്കിലും ഇപ്പം എന്നെ കൂടെ വന്ന ആള് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഡോക്ടർ DB അനന്തനാരായണൻ സാറ് വരുന്നത് കാണാൻ വരുന്നുണ്ടോ? ഞാൻ ആറടി ഞാൻ വരുന്നുണ്ട്. അപ്പൊ എവിടെയാന്ന് വെച്ചപ്പോ ബാംഗ്ലൂരാന്ന്. പോയിട്ടുണ്ട്. KK രാജേഷ് സാറെ കാണാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ലീഡേഴ്സ് ഒക്കെ എറണാകുളത്ത് വരുന്നുണ്ട്. അപ്പൊ എറണാകുളത്ത് പോയി കണ്ടിട്ടുണ്ട്. ചുമ്മാ വെറുതെ പോയി. കാരണം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അത് അന്നും ഇന്ന് ഏത് റാങ്കിലാണെങ്കിലും പഠിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. എത്ര ആളാണെങ്കിലും. ഞാൻ കുറെ FSS അറ്റൻഡ് ചെയ്തില്ലേ, ഇനി ഞാൻ എന്തിനാ FSS അറ്റൻഡ് ചെയ്യുന്നത്? ഞാൻ കുറെ GTSന് കയറിയില്ലേ? അപ്പൊ എനിക്കെല്ലാം അറിയാന്നുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് താഴോട്ടേക്ക് പോകും. അപ്പൊ അന്നും ഇന്നും എന്നും പഠിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. ബിസിനസ് ഏറ്റവും വേണ്ട കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സെയിൽസ്
ക്ലോസിംഗ് വർക്ക്ഷോപ്പ് നടന്നു. പോവാൻ പറ്റിയൊരു സാഹചര്യമായതുകൊണ്ട് അവിടെ പോയിരുന്നു. അപ്പൊ കുറെ കാര്യങ്ങൾ പുതിയ പഠിക്കാൻ പറ്റി. എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം ബിസിനസ്സിൽ. ഒരിക്കലും ഏത് റാങ്കിൽ എത്തിക്കഴിഞ്ഞാലും എനിക്ക് എല്ലാം ആയി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല. കാരണം അന്നന്ന് ബിസിനസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ബിസിനസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. 2,10,000 ഒക്കെ എന്നിട്ടും കിട്ടുന്നില്ല, നമ്മളിലേക്ക് വരുന്നില്ല. ഇതായിരുന്നു എന്റെ സംശയം. കാരണം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അടുത്ത, കാരണം നമ്മളെ മേലുള്ള ആൾക്ക് കിട്ടി, അതിന്റെ മേലുള്ള ആൾക്ക് കിട്ടി, അതിന്റെ മേലുള്ള കുറെ ആൾക്കാർ കിട്ടി, അപ്പൊ അടുത്തേക്ക് നമുക്ക് കിട്ടുമല്ലോ, ഇതൊന്നും കിട്ടാത്തത്. അപ്പൊ ഇങ്ങനെ കാത്തിരുന്നിട്ടൊന്നും ഇത് വരുന്നില്ല. അതിന്റെ ഇടയ്ക്ക് വലിയൊരു സെലിബ്രേഷൻ പ്രോഗ്രാം പോയി, ആ പ്രോഗ്രാമിന് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ ആണ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്, ഈ സംഭവം എങ്ങനെ കിട്ടും. കാരണം എന്താ, അതങ്ങനെ തനിയെ ഇരുന്ന് കാത്തിരുന്നാൽ കിട്ടുന്ന സംഭവമല്ല. ഈ ബിസിനസ്സിൽ നിന്നല്ല, എന്തും നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ കൊടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ആഗ്രഹം മാത്രം വെച്ചിട്ട് ഡയറിയിൽ എഴുതി വെച്ചിട്ട് ഇരുന്നോണ്ട് കാര്യമില്ല. വർക്ക് ചെയ്യണം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. അപ്പൊ അബദ്ധങ്ങൾ മനസ്സിലായി. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയപ്പോ വളരെ അഭിമാനത്തോടുകൂടെ ഞാൻ എന്നും പറയാറുള്ള പോലെ നമ്മുടെ നാട്ടിലെ കൊച്ചു വടകരയിൽ ആദ്യത്തെ 2,10,000 വാങ്ങുന്ന ഒരു വ്യക്തിയാവാൻ സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എപ്പോഴും ഫസ്റ്റ് അല്ല, അത് മാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. അത് എന്റെ കഴിവുകൊണ്ട് സംഭവിച്ചൊന്നല്ല. കാരണം വാങ്ങിച്ച വ്യക്തികൾ എന്തൊക്കെയാണോ ചെയ്തത് അത് നമ്മളും ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാണ്. ഒരു വലിയ പ്രോഗ്രാമിന് മുന്നേ ആയിട്ട് കമ്പനിക്ക് 17 ലക്ഷം, 10 ലക്ഷം, 35 ലക്ഷം കൊടുക്കണമല്ലോ. കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും കിട്ടും. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിക്കും അടുത്ത ആഴ്ച 2,10 കിട്ടും. പക്ഷെ പിറ്റത്തെ ആഴ്ച കൊടുത്താൽ മതി ഇത്രയും BV. എല്ലാ ആഴ്ചകളും കിട്ടുന്ന വലിയ വലിയ റാങ്കുകളിലേക്ക് നമ്മൾ ഇനി പോകാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി NTC, CTC, ITC, WTC, GTC, UTC ഒക്കെ ഉണ്ടല്ലോ മേലോട്ട് കുറെ റാങ്കുകൾ. അപ്പോ വലിയ റാങ്കുകൾ എത്തുമ്പോൾ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ വാങ്ങുന്ന പോലെ നമുക്കും കിട്ടും. ആ ഒരു പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകും. പിന്നെ കൂടെ വന്ന ആൾക്കാർക്കൊക്കെ വരുമാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഇന്നും നമ്മുടെ വരുമാനത്തിനേക്കാൾ നല്ലത് കൂടെ വരുന്ന ആൾക്കാർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്ന. അതാകുമ്പോൾ അത്ര റിസ്ക് ഇല്ല. നിങ്ങൾക്ക് ഒരു 10,000 വേണമെങ്കിൽ എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. കൂടെ വരുന്ന ആൾക്കാർക്ക് ഒരു 10,000 വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി അവരെ കൂടെ നിൽക്കുക. കമ്പനി നമുക്കും തന്നോളും 10,000. അതിപ്പോ 1,000 നിങ്ങൾക്ക് വേണോ, കൂടെ വന്ന ആർക്കെങ്കിലും 1,000, 2,000 ഒക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അവരെ കുഴപ്പം നിന്നാൽ മതി, കമ്പനി നമുക്കും തരും ആ വരുമാനം. അപ്പൊ അങ്ങനെയുള്ളൊരു അടിപൊളി ബിസിനസ്സാണ്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ബിസിനസ്. കൂടെ വന്ന 4 പേരും ഇന്ന് 2,10,000 എത്തിയിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ കമ്പനിയുടെ റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്നും NTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ അവർ വന്ന വഴിയിലൂടെയാണ് ഓരോ ഡിസിഷൻ നമ്മളിലേക്ക് ഓരോന്ന് മുന്നോട്ടേക്ക് വെക്കുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യണം നമ്മൾ, അതെന്താ അങ്ങനെ, ഇതെന്തിനൊന്നും ചിന്തിക്കരുത്. നമുക്ക് എന്തെങ്കിലും ഒരു കോൺടെസ്റ്റ് ആയാൽ പോലും ഞാനത് അടിക്കും. എന്റെ ടീമിൽ ഫസ്റ്റ് അച്ചീവർ ഞാനായിരിക്കും തീരുമാനത്തിൽ അതങ്ങ് അടിച്ചേക്കാം. അതിന്റെ റിസൾട്ട് നമ്മളിലേക്ക് പിന്നെ വന്നോളും. അപ്പോൾ അത്തരം പ്രോഗ്രാമുകൾ ഇപ്പൊ കേരളത്തിൽ എല്ലാവരും ഒന്നിച്ച് കമ്പനി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് നെക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ആ നെക്സസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇനി ആരെങ്കിലും ടിക്കറ്റ് ഒക്കെ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് അതിന് സീറ്റ് ഉറപ്പിക്കുക എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ആ പ്രോഗ്രാം ഇതുവരെ കാണാത്ത രീതിയിലേക്ക് ഒരു പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ അനുഭവങ്ങൾ. എന്നെ കുറെ ആൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ബിസിനസ്സിൽ പല ഘട്ടങ്ങളിലൊക്കെ. ഓഫറുകളായിട്ടൊക്കെ പലരും വന്നിട്ടുണ്ട്, പല സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള. പക്ഷെ നമ്മൾ അന്നും ഇന്നും ഒറ്റ തീരുമാനത്തിലാണ്. ഒറ്റ കമ്പനി, ഒറ്റ ജീവിതം, ഒറ്റ ലൈഫ്, ഡയറക്ട് സെല്ലിംഗ്. അതല്ലാതെ ഈ ബ്ലഡിൽ വേറൊന്നുമില്ല. അത് എന്ത് വന്നാലും. അപ്പം ഈ കമ്പനിയോടൊപ്പം ഈ ബിസിനസ്സിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് എടുത്ത തീരുമാനം അന്നും ഇന്നും. വേറെ ഒന്നും നമ്മൾ കേൾക്കാൻ പോലും പോകാറില്ല. കുതിരക്ക് ഈ സംഭവം കിട്ടിയ പോലെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. വിന്നേഴ്സ് നെവർ ക്വിറ്റ്, ക്വിറ്റേഴ്സ് നെവർ വിൻ. കമ്പനിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ വിജയിച്ചിരിക്കും. അത് ആരുമില്ല. വിട്ടുപോയവർ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ, കൂടെ നിന്ന് ആരും പരാജയപ്പെട്ടിട്ടില്ല. അപ്പൊ ആ ഒരു മന്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സക്സസ് നമ്മളിലേക്ക് വരും. അത് എത്ര നേരത്തെ വരണം എന്നുള്ളത് നമ്മൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിന്നാ കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമ്മളിലേക്ക് അത് എത്തിച്ചേരും. ഇപ്പൊ കമ്പനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള റീപർച്ചേസ് ബോണസ്, റിവാർഡ് ബോണസിൽ നമ്മൾ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഈ റീപർച്ചേസ് റിവാർഡ് ബോണസ് കമ്പനി ഫേസ് 6 എന്ന് പറഞ്ഞിട്ട് 6ാമത്തെ തവണയാണ് നമ്മളിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. അത് നന്നായിട്ട് ഉപയോഗപ്പെടുന്ന വ്യക്തികൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഒരു സ്ഥിര വരുമാനം, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 6 മാസത്തേക്കുള്ള നമ്മുടെ ഗ്രോത്ത്, ഘട്ടം ഘട്ടമായിട്ടുള്ള റാങ്ക് മാറൽ, ആഴ്ച വരുമാനം വർദ്ധിപ്പിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു 6 മാസം നമ്മൾ ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാവും. റീപർച്ചേസ് ബോണസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മന്ത്ലി പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മളെ സ്വന്തം ID ഉണ്ടാവും, ചിലർക്ക് 2 ID ഉണ്ടാവും, ചിലപ്പോൾ 3 ID ഉണ്ടാവും, ചിലപ്പം ഭാര്യന്റെ പേരിലുണ്ടാവും, മക്കളെ പേരിലുണ്ടാവും, എന്തോ ആയിക്കോട്ടെ. ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിൽ നിങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വാങ്ങുന്ന ഒരാളായി മാറിയാൽ കമ്പനി നമുക്ക് ഒരു 15% എക്സ്ട്രാ ബോണസ് 6 മാസത്തിനുള്ളിൽ നടക്കുന്ന എത്ര കച്ചവടമാണെങ്കിലും അതിന്റെ ഒരു ലാഭമായിട്ട് നമുക്ക് തരികയാണ്. 15% വെച്ചാൽ ചുമ്മാ ഒരു 15% നിങ്ങൾ കാണരുത്. 1,00,000 രൂപയ്ക്ക് നമ്മൾ 6 മാസം കൊണ്ടാണ്.
അത് മിനിമം ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് 5,000 വരുന്നത്. എനിക്ക് തോന്നുന്നു സോണൽ ടീം മോണിറ്റർ റാങ്ക് വരെ ഒരേ ഒരേ ക്രൈറ്റീരിയ ആണ്. ഗ്രൂപ്പിൽ നിങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അത് സ്ഥിരമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഒരു ഐ ഡി തന്നെ. അപ്പൊ 6 മാസത്തിന് ശേഷം ടോട്ടൽ നിങ്ങൾ എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, റീപർച്ചേസ് ചെയ്തിട്ടുണ്ടോ, അത് 1,00,000 ആണെങ്കിൽ 15,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഫ്രീ കിട്ടും. 15,000 രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം 20,000 രൂപയ്ക്ക് ഉണ്ടാവും MRP നോക്കുകയാണെങ്കിൽ. 2,00,000 രൂപയാണെങ്കിൽ ഏകദേശം 30,000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. നിങ്ങൾ ഒരു 15,000-നും 20,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ തയ്യാറാവുക. എന്നിട്ട് അത് നന്നായിട്ട് റീറ്റെയിൽ ചെയ്യുക. പരമാവധി റീറ്റെയിൽ ആയിട്ട് വീണ്ടും വീണ്ടും റീപർച്ചേസ് ചെയ്യുക. നന്നായിട്ട് റീറ്റെയിൽ ആളുകൾക്ക് നന്നായിട്ട് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്നിട്ട് അതിന്റെ അന്ന് ഈ മുതൽ മാറ്റി വെക്കുക. ലാഭം നിങ്ങൾ എന്തെങ്കിലും ആയിക്കോ, കുഴപ്പമില്ല. പുട്ടടിക്കോ ഇനി എന്തെങ്കിലും EMI-യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നീക്കാനൊക്കെ ഉപയോഗിച്ചോ. പക്ഷെ മുതൽ അവിടെ തന്നെ വെച്ചിട്ട് ആ മുതലിന് റീപർച്ചേസ് ചെയ്യുക. ഒരു 10,000 രൂപയ്ക്ക് പോലും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 10-14,000 രൂപയ്ക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും നമ്മളെടുത്ത്. അപ്പോ ഒരു 4,000 രൂപ പ്രോഫിറ്റ് നമ്മൾ എടുത്താലും ബാക്കി 10,000 ഉണ്ടാവും. ആ 10,000 അടുത്ത മാസം വാങ്ങിയാൽ മതി. അതും ഇതുപോലെ തന്നെ ചെയ്യുക. ഒരു 4 റുപ്യ പ്രോഫിറ്റ് മാറ്റി വെക്കുക, അടുത്ത 10,000 നമ്മൾ ചെയ്യുക. അങ്ങനെ ഒരു 6 മാസം ചെയ്യുമ്പോൾ നമുക്ക് 6-4 24,000 രൂപ നമ്മൾ ഓൾറെഡി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ടാവും പ്രോഫിറ്റ് ആയിട്ട് മാത്രം. പക്ഷെ അവസാനത്തെ മാസം എത്തുമ്പോൾ നമ്മളെടുത്ത് വീണ്ടും 10-14,000 രൂപയുടെ പ്രൊഡക്റ്റും ഉണ്ടാവും. അത് മാർക്കറ്റ് ചെയ്ത് നമുക്ക് 10,000 രൂപ വേറെയും കിട്ടും. ഇതിനൊക്കെ പുറമെ ആ ടോട്ടൽ നടന്ന കച്ചവടത്തിന്റെ 15% വേറെയും കിട്ടും. വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ തിയറി കേട്ടിട്ടില്ലേ? അപ്പൊ ആദ്യത്തെ പ്രാവശ്യം 10,000 റീപർച്ചേസ് ചെയ്യുക, ഇന്ന് നാളെ എന്നിട്ട് അച്ചീവർ ആയിട്ട് മാറും. അപ്പൊ ലാഭം അടക്കം പിന്നെ റീപർച്ചേസ് ചെയ്താലോ? ഫസ്റ്റ് മാസം 10,000, രണ്ടാമത്തെ മാസം റീപർച്ചേസ് ചെയ്യുമ്പോൾ 10+4 14,000 രൂപയ്ക്ക് റീപർച്ചേസ് ചെയ്യുക. മൂന്നാമത്തെ മാസം നിങ്ങൾക്ക് 14,000 വിറ്റ എന്തായാലും 20 റുപ്യന്റെ അടുത്ത് സാധനം കിട്ടിയിട്ടുണ്ടാവല്ലോ. ഒരു ആവറേജ് ആണ് ഞാൻ പിടിക്കുന്നത്. മൂന്നാമത്തെ മാസം 20,000 ചെയ്യുക, കിട്ടുന്ന പൈസക്കെല്ലാം റീപർച്ചേസ് ചെയ്യുന്നു. നാലാമത്തെ മാസം നിങ്ങൾ 24,000 25,000 ചെയ്യുന്നു. അഞ്ചാമത്തെ ദിവസം ഒരു 30,000 32,000 ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആദ്യം തുടക്കത്തിൽ തീരുമാനിച്ച 10,000 മാത്രമാണ് നമ്മുടെ മുതല്. പക്ഷെ ഇതൊരു 6 മാസം പിന്നിടുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിലേക്ക് ഒരു 50,000 60,000 കൂടുതൽ രൂപയുടെ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ ബാലൻസ് ഉണ്ടാവും, നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് മാത്രം. ആ സമയത്താണ് കമ്പനി ഒരു 15% ഫ്രീയും കൂടി പിന്നെ നമ്മുടെ കൈകളിലേക്ക് വെച്ച് തരുന്നത്. എന്ന് വെച്ചാൽ 2 ഹോം ഷോപ്പിക്കുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. ഈ 6 മാസം കൊണ്ട് നമുക്ക് ബിസിനസ് വോളിയം കുറെ കയറിയിട്ടുണ്ടാവും, റാങ്കുകളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടാവും, ആഴ്ച വരുമാനം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും, വലിയൊരു അച്ചീവർ ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ടാവും, റീപർച്ചേസ് ബോണസ് അച്ചീവർ, പ്രൊഡക്റ്റ് ചാമ്പ്യൻ മറ്റേ നമ്മൾ മാറിയിട്ടുണ്ടാവും. പക്ഷെ ഇത്രയധികം ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ ഇങ്ങനെ 1,000 2,000 3,000 ഒക്കെ വാങ്ങിപ്പോകുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ബെനിഫിറ്റും കിട്ടൂല. ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 5,000 രൂപയിൽ കുറയാത്ത രീതിയിലുള്ള റീപർച്ചേസ് എപ്പോഴും ഉറപ്പുവരുത്തുകയാണെങ്കിൽ റീപർച്ചേസ് ബോണസ് അച്ചീവർ ആയിട്ട് കമ്പനീന്റെ വെബ്സൈറ്റിൽ വരെ പേര് വരും. ഇന്ന് കമ്പനീന്റെ വെബ്സൈറ്റിൽ പേര് വരുന്ന ആരുടെ വെക്കുക? തായ്ലൻഡ് അച്ചീവേഴ്സിന്റേതും 2,10,000 സീലിംഗ് അച്ചീവേഴ്സിന്റെയും വലിയ റാങ്ക് അച്ചീവേഴ്സിന്റെ ഒക്കെ പേരാ കമ്പനിയുടെ വെബ്സൈറ്റിൽ വരുന്നത്. ആ കൂട്ടത്തിലേക്ക് നമ്മുടെ പേരും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാലോ. ഇന്ത്യയിൽ എവിടെ നിന്ന് നോക്കിയാലും ലോകത്ത് എവിടെ നിന്ന് തുറന്നു നോക്കിയാലും നമ്മുടെ പേര് കാണാനുള്ള തുടക്കക്കാർക്കുള്ള ഒരു സുവർണ അവസരമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിട്ടുകളയരുത്. റീപർച്ചേസ് ബോണസ് അച്ചീവർ ആയിട്ട് എല്ലാവർക്കും മാറാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു മോർണിംഗ് മീറ്റിംഗിലെ ഞാൻ എന്റെ സംസാരം തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്.